الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات، نظيما ونشرا لؤلؤا هو شهير، ببسم ونطق وهو ظاهر، بكل مقام عجزنا عنه ظاهر، ننام ونغفو ننام ونغفو غينا പുള്ളി ഉണ്ടല്ലോ. وننام ونغفو وبالليل سهير، وإن هاجعت عيناه فالقلب يقظان. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات، مغيث الورى قبل الردى مهلك لهم، ومفني العدا دون الفدا مهلك لهم، ومن قبلنا كالمصطفى لم يكن لهم، نسود بمن ساد نبينا كلهم، وأعلى له دينا على الخلق ديان. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. نظيما ونشرا ഷീന അല്ല സാധാ വണ്ടിയാണ്. നളമ് നസർ എന്ന് പറയുന്നില്ലേ, പദ്യം ഗദ്യം. അപ്പൊ എങ്ങനെ വെക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് അല്ലാന മജ്ലിസ്, തങ്ങളുടെ പല്ലിന്റെ ഭംഗിയാണ് മൂപ്പർ വ്യാഖ്യാനിക്കുന്നത്. കഅന്നമൽ ലുഅ്ലുഉൽ മക്നൂന ഫീ സദഫിൻ മിൻ മഅദിനി മൻതഖിൻ മിൻഹു വമുബ്തസമീനുണ്ട് ഉർദയിലുണ്ട്. കഅന്നമൽ ലുഅ്ലുഉ മുത്ത് പോലെയാണ്. ഇങ്ങനത്തെ മുത്ത് അൽ മക്നൂന ഫീ സദഫി ചിപ്പിന്റെ അകത്തുള്ള മുത്ത് പോലെയാണ്. മിൻ മഅദിനി മൻതഖിൻ, മൻതഖ് സംസാരത്തിന്റെയും വമുബ്തസമീ പുഞ്ചിരിക്കാനുള്ള കേന്ദ്രം ഏതാണ്? ബായി. അവൻ ബായ എന്താക്കി ഒരു ചിപ്പിയോട് ഉപമിച്ചിട്ട് അതിൽ മറച്ചു വെച്ച മുത്ത് പോലെയാണ് തങ്ങളുടെ പല്ലുന്നത്. അത് തന്നെ ഇവിടെയും പറയുന്നത്. എങ്ങനെ? ഹുവ ഷാഹിറുൻ, അവിടെ തുടങ്ങണം. ഹുവ ഷാഹിറുൻ, ഷാഹിർ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുന്നവര്. അതുകൊണ്ടല്ലേ ഷുഹുറത്ത്, പബ്ലിസിറ്റി എന്ന് പറയുമോ, പബ്ലിസിറ്റിക്ക് ഷുഹൂറത്ത്. അതല്ല പ്രസിദ്ധനായാൾക്ക് എന്താ പറയല്? മഷഹൂർ. ഇന്നാള് മഷഹൂറായി എന്ന് പറയുന്നത്. അപ്പൊ ഷാഹിറുൻ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുന്നവരാണ്. ഹുവ ഷാഹിറുൻ. എന്തിനെ? ലുഹുലു തിരിച്ചു വയ്ക്കും ഇപ്പുറത്തേക്ക്, മുത്തിനെ. ഹുവ എന്നുള്ളത് മുബത്തദ, ഷാഹിറുൻ ലുഹുലുഅൻ എന്ന മുത്തിനെ വെളിപ്പെടുത്തുന്ന പേരാണ്.
ആ മുത്തിന്റെ ഹാലാണ് ഒന്ന് നദീമൻ, ഒന്ന് നെസ്റാൻ. നദീം ഏതാന്ന്? മുത്ത് കോത്താലി. കോത്ത് വെക്കുമ്പോഴല്ലേ നദീം എന്ന് പറയുന്നത് മണ്ണു. അതുപോലെ തന്നെ നെസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർക്കാത്ത. അപ്പൊ മന്നോമും മൻസൂറുമായ സ്ഥിതിയിലുള്ള മുത്തിനെ വെളിപ്പെടുത്തുന്നവരാണ് ഇത് തങ്ങള്. എപ്പോഴ്? ബി ബസ്മിൻ, പുഞ്ചിരിക്കൽ കൊണ്ടും അതുപോലെ വനത്തേക്ക് സംസാരിക്കൽ കൊണ്ടും. അപ്പൊ അതന്നെ മിമ്മാതിനെയും മൻസത്തിൻ മന്തിക്കൂടെ പറഞ്ഞില്ലേ, മിൻഹുവ മുബത്തസമി. അപ്പം ബസ്മ് നുത്ക്ക് രണ്ടായില്ലേ. വഹുവ സാഹിൻ വസാഹിറുൻ, തങ്ങള് ശോഭിക്കുന്നവരാണ്. അതേ അർത്ഥം തന്നെയാണ് സാഹിറുൻ, അതായത് ലാമിഐ. അപ്പൊ പുഞ്ചിരിക്കുമ്പോഴാവട്ടെ സംസാരിക്കേണ്ടാകുമ്പോഴാവട്ടെ കോർത്തിണക്കിയ മുത്തിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ പല്ലിന്റെ കോറയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അജ്സുന ലാഹിറു, നമ്മളുടെ കഴിവുകേട് വളരെ വ്യക്തമാണ്. തങ്ങളെ തൊട്ട് ബിക്കുല്ലി മക്കാമിൻ, തങ്ങളുടെ ഏത് മക്കാമാത്ത് വർണ്ണിച്ചാലും നമുക്ക് സാധിക്കൂല. അജ്സീങ്ങളാണ് തങ്ങളുടെ മക്കാമ് എന്ന് പറഞ്ഞാൽ എന്താ? മാനവിയായ മക്കാമ്. സുഹൃത്ത് എടുത്താലും തവക്കുലെടുത്താലും സബറെടുത്താലും ശുക്രെടുത്താലും ഇങ്ങനെ അത്. ഇനി ലാഹിറായ ഓരോ അവയവങ്ങളെ കുറിച്ചിട്ട് വ്യക്തമാക്കി ഇങ്ങനെ എടുത്തു പറഞ്ഞാലും നമ്മുടെ അജ്സ് വളരെ ലാഹിറാണ്. ഇനി നനാമു, നമ്മൾ ഉറങ്ങുന്നു. വനഗ്ഫു, നമ്മൾ ഗഫലത്തിലും ആകാറുണ്ട്. എന്നാ വഹുവ, തങ്ങളാണെങ്കിലോ സാഹിറും ബില്ലയിൽ, രാത്രി ഉറക്കൊഴിക്കുന്നവരാണ് തങ്ങൾ. സാഹിർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻ ഹജഅത്ത് ഐനാഹു, തങ്ങളുടെ രണ്ട് കണ്ണും ബാഹിറിൽ ഉറങ്ങിയാലും ഫൽ കൽബ് യഖ്ലാനു, കൽബ് വളരെ യഖ്ലാനാണ്, കൽബ് ഉറങ്ങൂല. പ്രസിദ്ധമായ ഹദീസിനാണ് മുപ്പർ ബൈത്താക്കിയത്, വളരെ തെരീഖിൽ കൂടി വന്ന ഹദീസ്. ഇത് വളരെ മഴത്തമതായ കിതാബാണെന്ന് സുഹൃത്തിമാമിൻ്റെ കിതാബാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് ഹദീസുകൾ സെലക്ട് ചെയ്തിട്ട് ആ കോലത്തിലുണ്ടാക്കിയതാണെന്ന് മൂപ്പരൻ അതിൽ തന്നെ പറയും. സുഹൃത്തിമാ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം മടക്കി കിഫായത്തുൽ താലിബിൽ ലബീബിൻ. അഖ്റജ ശൈഖാനി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതനാമു ഖബ്ല അൻ തൂതിറ, വിത്ർ നമസ്കരിക്കുന്നതിന് മുമ്പ് തങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ആയിഷ ബീബി ചോദിച്ചു. ഫഖാല യാ ആയിഷ ഇന്ന ഐനയ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ രണ്ട് കണ്ണും ഉറങ്ങും പക്ഷെ കൽബ് ഉറങ്ങൂല. അതിനെ വൈൻ ഹജഅത ഐനാഹു ഫൽ ഖൽബു യഖ്ലാനു, അത് ഒരു തരീഖ്. وأخرج أبو نعيم أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم تنام عيني ولا ينام قلبي, എൻ്റെ കണ്ണുറങ്ങും പക്ഷെ കൽബുറങ്ങൂല. وأخرج الشيخان أن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم الأنبياء تنام أعينهم ولا تنام قلوبهم, അമ്പിയാ മുർസലീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. അപ്പം മറ്റുള്ള അമ്പിയാക്കളൊക്കെ ഇതുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവല കൊണ്ടുപോയത്. അപ്പൊ എത്ര തരീഖ്? ആയിഷ, അബൂ ഹുറൈറ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വഅഖ്റജ ഇബ്നു സഅദ് അൻ അതാഇൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നാ മഅശറൽ അംബിയാ തനാമു അഅ്യുനുനാ വലാ തനാമു ഖുലൂബുനാ, നമ്മൾ അമ്പിയാക്കളുടെ സമൂഹം നമ്മുടെ കണ്ണുറങ്ങിയാലും കൽബുറങ്ങുന്നതല്ല. വഖറജാനിൽ ഹസനി മർഫൂഅൻ തനാമു ഐനായ വലാ യനാമു ഖൽബി. വഖറജ അബൂ നുഐം അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി കാന തനാമു ഐനാഹു വലാ യനാമു ഖൽബുഹു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഹളറതു ഇസാബത്തൻ മിനൽ യഹൂദ് യൗമൻ ഇൻദ حضرت إصابة من اليهود يوما عند النبي صلى الله عليه وسلم
فقال لهم أنشدكم بالله الذي نزل التوراة على موسى عليه السلام هل تعلمون أن هذا النبي تنام عيناه ولا ينام قلبه قالوا اللهم نعم قال اللهم اشهد أنا മറ്റുള്ളവരെ ലിഫ്തുകൊണ്ട് അജ്ബാറ്റ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഹൂദികളിൽപ്പെട്ട ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കൽ ഹാജരായി. എന്നിട്ടോ യഹൂദികളോട് ചോദിച്ച്, അൻഷുദുക്കും ബില്ലാഹില്ലദീ നസ്സല തൗറാത്ത അലാ മൂസ അലൈഹിസ്സലാമിൻ്റെ മേലിൽ തൗറാത്ത് ഇറക്കി അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഹൽ തഅലമൂന അന്ന ഹാദൻ നബിയ്യ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനാമു ഐനാഹു വലാ യനാമു ഖൽബുഹു എന്നുണ്ടോ, തൗറാത്തിലുണ്ടോ? കണ്ണുറങ്ങിയാലും കൽബുറങ്ങാത്ത നബീനെ തൗറാത്തിലുണ്ടോ, നിങ്ങൾ അറിയോ? ഖാലു, അവർ പറഞ്ഞു അല്ലാഹുമ്മ നഅം, അത് സത്യത്തിന്റെ വാക്കാണ്. ഖാല അല്ലാഹുമ്മ ഷഹദ്, അപ്പോൾ ഇവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് വന്നല്ലോ, നീ സാക്ഷിയാണെന്ന്. وأخرج الحاكم وصححه عن أنس رضي الله عنه قال كان النبي صلى الله عليه وسلم تنام عينه ولا ينام قلبه. എല്ലാം ഏകദേശം ഒരേ മാനാക്കളുടെ എത്ര തരീഖ്? ആയിഷ, അബൂ ഹുറൈറ, അനസ് ഇബ്നു മാലിക്, അതാ, പിന്നെ ഹസൻ എന്ന് പറയുമ്പോൾ മർഫൂ എന്ന് പറയുമ്പോൾ ഒന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സനദെത്തും. അല്ലെ പറച്ചൽ കേട്ട ഹസൻ തങ്ങളുടെയിലും നബിനുടെയിലും നിന്നുണ്ട് സനദ് മുങ്കത്തിയായി തോന്നും, അത് മർഫൂആണ്. പിന്നെ ഏതാ? ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അപ്പൊ 7 തരീഖ്. 8ാമത്തതും ഹാക്കിമിന്റെ റിവായത്ത് അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതും കൂടെ കൂട്ടിയ 9 തരീഖായി. ആ ഒറ്റ സംഗതി. നനാമു വനഗ്ഫു വഹുവ ബില്ലൈലി സാഹിറുൻ وإن هاجعت عيناه فالقلب يقظان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അതുകൊണ്ടാണല്ലോ ഉറക്കത്തിലുള്ള സ്വപ്നം വഹിയാണെന്ന് പറഞ്ഞത്. ഉറക്കത്തിലുള്ള വഹി, സ്വപ്നത്തിൽ കൂടെയുള്ള വഹിയിൽ കൂട്ടൂന്ന് പറയില്ല. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനനി. തങ്ങൾക്കുള്ള കൽബ് കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല, കൽബ് എപ്പോൾ സജീവമാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിന് അറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം എങ്ങനെയായിരുന്നു? അറാ ഫിൽമനാമി അന്നി അതുബഹുക്കാം. അത് വഹിയായി അംഗീകരിച്ചില്ലേ? അത് വഹിയായി അംഗീകരിച്ചല്ലോ. അതെ. അപ്പം എന്തുവേണ്ട, ഉറക്കത്തിൽ കൂടിയുള്ള വഹിയിനെ നിഷേധിക്കാൻ പാടില്ല. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. അപ്പളം ഇനി മുഗീസുൽ വറാ ഖബ്ല റദാ മുദ്രികുൽ ലഹും വമുഫ്നിൽ ഈദാ ദൂനൽ ഫീദാ മുദ്രികുൽ ലഹും വമൻ ഖബ്ലനാ കൽ മുസ്തഫാ ലം യകുൽ ലഹും نسود بمن ساد النبيين كلهم وأعلى له دينا على الخلق ديان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. മുഗീസുൽ വറ അവിടെ എന്താക്കണോ? ഒരു മുബത്തദാനെ കൂട്ടി കൊടുക്കും. ഹുവ മുഗീസുൽ വറ ഖബില റദ, ഹലാക്ക് വരുന്നതിന്റെ മുമ്പായി പടപ്പുകളെ രക്ഷപ്പെടുത്തുന്നവരാണ്, സഹായിക്കുന്നവരാണ്. മുഗീസുൽ വറ ഖബില റദ. ഇനിയോ മുദ്രികുൽ ലഹും, അവരെ വീണ്ടെടുക്കുന്നവരാണ്. അതിരിക്കുന്നവരില്ലേ അപ്പൊ പടപ്പുകളെ. ഇനി വമുഫ്നിൽ ഇദാ, ശത്രുക്കളെ ഫനകാക്കുന്നവരാണ്.
മുഫിനൽ ഏതാ? ശത്രുക്കളെ ഹലാക്കാക്കുന്നവരാണ്. മുഫിനി ദൂനൽ ഫിദ, ആ ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഫിദ ഒന്നും സ്വീകരിക്കൂല. കൊടുക്കേണ്ടവർക്ക് അത് തന്നെ കൊടുക്കും. അവിടെ പൈസ അല്ല അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഫിദ ഒന്നും ഉണ്ടാവില്ല. മുഹലിക്കുല്ലഹും, അത് നിന്റെ മുഫിനിൽ ഇതാന്റെ അതേ മാന തന്നെയാണ്. എന്തിന്റെയും മുഹലിക്കുല്ലഹും. ഏതുപോലെ മുഹൈസുൽ വറാന്റെ മാന തന്നെയാണ് മുഹലിക്കുല്ലഹും. ഇനി വമൻ ഖബലന, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തുമാരുണ്ടല്ലോ, അവര് ലം യകുല്ലഹും കൽ മുസ്തഫ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്ത ഒരു നേതൃത്വം അവർക്കുണ്ടായിട്ടില്ല. അമ്പിയാക്കളുടെ നേതൃത്വം ഉണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി നേതൃത്വം അതിനേക്കാണ് ഉയർന്നതല്ലേ, തീരെ ഇല്ല എന്നല്ല. ലം അതാ വമൻ ഖബലന മുബ്തദിയാക്കുക, എന്നിട്ടോ ലം യകുല്ലഹും കൽ മുസ്തഫ എന്ന ഖബറുവാക്കുക. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലത്തെ ഒരു നേതൃത്വം മുൻകഴിഞ്ഞ ഉമ്മത്തിനുണ്ടായിട്ടില്ല. എന്നിട്ടോ നസൂദു, നമ്മളെന്താക്കി സാദാത്യങ്ങളായി. സാദ യസൂദു എന്ന് പറഞ്ഞാൽ എന്തായി? സയ്യിദന്മാരായി. ആരെ കൊണ്ട്? ബിമൻ സാദൻ നബിയീന കുല്ലഹും, മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവായ ഒരു നബിയുടെ ബർക്കത്തുകൊണ്ട് തബയ്യത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞു. അതെ, തുമാരി ദാത്ത് സേ ഉമ്മത്ത് തുമാരി ഖൈറ ഉമ്മത്തു, തങ്ങളുടെ നാത്തിന്റെ ഫലം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഉമ്മത്ത് ഖൈറുമ്മത്തായത്. അതന്നെ ഇത് നസൂദു. ആരെ കൊണ്ട്? ബിമൻ സാദൻ നബിയ്യൂന കുല്ലഹു. ഇനി വഅല ലഹു, ഉയർത്തി. അയല അതിന്റെ ഫായിലാണ് ഇത് ദയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഒരു പേരാണ് ദയ്യാൻ. അത് അസ്മാഉൽ ഹുസ്ന 99 വാരിദായിട്ടില്ലെങ്കിലും അള്ളാന്റെ പേരാ. യാ ഹന്നാനു, യാ മന്നാനു, യാ ദയ്യാനു, യാ സുബ്ഹാൻ, അതൊക്കെ വാരിദായ അസ്മാകളാണ്. 99 കാണൂല. അങ്ങനെ ഖുർആനിൽ തന്നെ 99 150 അസ്മാ പറയുന്നുണ്ടല്ലോ. ഖാബിലു തൗബ്, ശദീദുൽ ഇഖാബ്, ദിത്തൗല്, അങ്ങനെ പലതില്ലേ. ഖാബിലുൽ ദംബി, ഖാബിലു തൗബ്, ശദീദുൽ ഇഖാബ്, ദിത്തൗല്. അപ്പൊ എല്ലാ പടപ്പുകളെക്കാളും ദീനാൻ തങ്ങളെ അവർക്ക് ഉയർത്തിയിട്ടുണ്ട്. ആ നബിക്ക് യുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അപ്പൊ ദീനിനാൽ എന്താക്കി? അഅലാ ലഹു ദയ്യാനുൻ അലൽ ഖൽഖി, ദീനൻ, ദീനിനാൽ. വലൗ കരിഹൽ, അതുപോലെ യുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ബാഹിയുൽ മുഹയ്യ സാദഹു അൻ തബസ്സമാ ബഹാഅൻ ലിഅന്നൽ ബദ്റ മിൻഹു തഖസ്സമാ നബിയ്യുൻ ഹവാ കുല്ലൽ മആലി വഖസ്സമാ നജിയ്യുൻ വലാകിൻ ഫൗക سبع من السماء لقد خصه بالحب والقرب رحمن صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. അവിടെയും കൂട്ടുക ബഹിയ്യുൻ. ഹുവ ബഹിയ്യുൽ മുഹയ്യ. മുഹയ്യ എന്ന് പറഞ്ഞാൽ മുഖം. അപ്പം മുഖം വളരെ മിന്നിത്തിളങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ശോഭനീയമാണ്, സുന്ദരമാണ് എന്നായി. ബഹി എന്ന ബഹായിൽ നിന്ന് പിടിച്ച ഫഈൽ വസനാണ്. ബഹാ ബഹീൻ, അതിന്റെ ഫഈലായി ബഹിയ്യുൻ ഉണ്ടല്ലേ. അപ്പം ബഹി നീട്ടാനുള്ള യാഗെന്താക്കി? അവസാനത്തെ ലാമിൽ ഫീലായ അതിൽ ഇദ്ഗാം ആക്കി. അപ്പൊ ബഹിയ്യുൻ, നജിയ്യുൻ, ദഈയ്യുൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് നബിയ്യുൻ തന്നെ അവസാനത്തെ യായിലേക്ക് ഇദ്ഗാം ആക്കി. അപ്പൊ ഫഈലാണ് വസനുണ്ടാകല്. സാദഹു അൻ തബസ്സമ ബഹാഅൻ. അൻ തബസ്സമ എന്ന് പറഞ്ഞാൽ സാദന്റെ ഫായിലാണ്. അതെങ്ങനെ ഫായിലായി? അൻ തബസ്സമ, അന്ന് കടന്നാൽ മസ്തറിന്റെ വായനാക്കി. തബസ്സമ മാദിയാ ഫീലാണ്. അന്ന് കടന്നാൽ എന്താക്കിയല്ലേ? മസ്തറാക്കി മറിച്ച്. അപ്പൊ തബസ്സുമുൻ എന്ന കോലത്തിലേക്ക് എത്തി. സാദഹു അൻ തബസ്സമ, അതെ സാദഹു തബസ്സുമു ബഹാഅൻ.
അത് പുഞ്ചിരിക്കുകയും കൂടി ചെയ്താൽ എന്തായിന്നറിയോ, ആ ബഹായിനെ വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ ബഹിയാണ്. അത് പുഞ്ചിരിക്കുകയും കൂടെ ചെയ്താൽ എന്താകും, ബഹായിനെ അങ്ങേറ്റു. അതുകൊണ്ട് ലി അന്നൽ ബദറ, പൂർണ്ണ ചന്ദ്രൻ, തകസ്സമ മിന്നു, തങ്ങളിൽ നിന്ന് ഓഹരിയെടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിന് പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം എന്തായി തങ്ങൾ കൊടുത്തതിന് ഒരു ഓഹരി എടുത്തതാണെന്നാണ്. അതെ. ഇനി നബിയുൻ, അവർ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹവാ കുല്ലൽ മആലി, എല്ലാ ഉന്നതമായ പദവികളെയും ഒരുമിച്ച് കൂട്ടിയ നബിയാണ്. അപ്പൊ നബിയുടെ സിഫത്താണ് ഇത്, ഹവാ കുല്ലൽ മആലി. അത് തന്നെയാണ് വഖദ് സമാൻ. ബൈത്തിന് വേണ്ടി എന്താക്കി, ദാല് സീന് ഇദ്ഗാമാക്കിയത്. ശരിക്കും എന്നാൽ ദാലും സീനും ഇദ്ഗാമ ചെയ്യപ്പെടുന്ന സാധനമല്ല. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ സലാം അടക്കണ്ടേ. അത് ബൈത്തിന് വേണ്ടി എന്താക്കും, ഇദ്ഗാം എല്ലാത്തിനും ഇദ്ഗാമാക്കും. ഇദ്ഗാമിനുണ്ടല്ലോ മുത്തഖാരിബൈനി, മുത്തജാനിസൈനി, മുത്തമാസിലൈനി, ഇങ്ങനെ എന്തെങ്കിലും വജ്ഹ് ഉണ്ടാവുമല്ലോ. മഖ്റജ് മുത്തഹിദായതാക്കി മുത്തമാസിലൈനി, മഖ്റജ് സിഫത്ത് ഒന്നായാലും. അടുക്കടുക്ക് മഖ്റജാണെങ്കിൽ മുത്തഖാരിബൈനിയാകും. മഖ്റജ് ഒന്നാവുകയും സിഫാത്തിൽ വ്യത്യാസം വന്നാൽ മുത്തജാനിസൈനിയാവും. ഇതൊന്നും അവിടെ ഒക്കൂല. എന്നാലും ബൈത്തിന് വേണ്ടി എന്താക്കും, ഉഖദ്ദിമ ബിസ്മില്ലാഹി ജല്ല വഖസ്സമ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഓടിയതല്ലേ. അപ്പൊ സമാ യസ്മു എന്ന മാദിയ ഫീലാണുണ്ട്. അതാ കൊല്ലൽ മഹാലി ഒരുമിച്ച് കൂട്ടുകയും എല്ലാത്തിലും ഉന്നതരാകുകയും ചെയ്തു. നജിയുൻ, മുനാജാത്ത് നൽകപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ മുനാജാത്താ കിട്ടിയത്. അപ്പൊ മുനാജാത്ത് മുടിയില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാലും മുനാജാത്ത് തന്നെയല്ലേ. പക്ഷെ ഇതെന്താ, അബ്ദിന്റെ വാക്കുന്ന അള്ളാഹുടെ മുനാജാത്ത്. മറ്റേതോ അള്ളാഹുവിന്റെ വാക്കൽ നിന്ന് ഇങ്ങോട്ടാ മുനാജാത്ത്. അത് വ്യത്യാസമുണ്ട്. പക്ഷെ എന്തോ ഒരു വ്യത്യാസം എന്താ, വലാകിൻ ഫൗക സബ്ഇൻ മിനസ് സമാ, ആകാശത്തിന്റെ 7 മേലെ നിന്ന് മിറാജിന് പോയ മുനാജാത്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും മുനാജാത്ത് മാറ്റം വന്നു. അടിമകൾക്ക് എന്താക്കാം, അള്ളാഹിനോട് ആയത് അടിമക്ക് മുനാജാത്ത് ചെയ്യാം. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടലോ. അപ്പൊ മുനാജാത്ത് നജി എന്താണ്, ഫഈൽ വസ്ൻ ഇസ്മ മഫ്ഊൽ വയനാക്കായി. മുനാജാത്ത് കേട്ടോറും ചെയ്തോറ് ഭൂമിയിൽ നോക്കാലോ എന്നിട്ടോ. ലഖദ് ഖസ്സഹു, ആ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. ബിൽ ഹുബ്ബി വൽ ഖുർബി, ഹുബ്ബ് കൊണ്ടും ഖുർബ് കൊണ്ടും. അല്ലേ, അള്ളാഹുവിന്റെ മഹബൂബീങ്ങൾ ധാരാളമുണ്ട്. ഔലിയാക്കളെ കൂട്ടത്തിലുണ്ട് മഹബൂബീങ്ങൾ, അമ്പിയാക്കളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഹബീബുല്ലാ എന്ന് പറഞ്ഞ അൽ ഹബീബ് എന്ന് പറഞ്ഞ വലിയ ആ പദവി ഖാസം. മറ്റുള്ള അമ്പിയാക്കളും മഹബൂബീങ്ങൾ തന്നെയല്ലേ, മുഹിബും മഹബൂബും തന്നെയാണല്ലോ. ഔലിയാക്കളിലും ഇല്ലേ. അതെ, ഹത്താ യുഹിബ്ബഹു ഹത്താ ഉഹിബ്ബഹു എന്ന് പറഞ്ഞില്ലേ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. അപ്പൊ അവിടെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ആമുണ്ട് ഖാസുണ്ട്. ഒരു പടപ്പുകൾക്കും കൊടുക്കാത്ത ഖാസായ മഹബത്താണ് ആർക്കുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൊടുത്തു. അതാ ലഖദ് ഖസ്സഹുവിന്റെ ഫായിലാണ് റഹ്മാനു, റഹ്മാനായ അള്ളാഹു ഹുബ്ബ് കൊണ്ടും ഖുർബ് കൊണ്ടും എന്താക്കി പ്രത്യേകമാക്കിയവരാകുന്നു. അപ്പൊ ഖുർബേത് മക്കാനിയ ഖുർബല്ല. അത് അഖീദ പഠിച്ചൊക്കെ എല്ലാവർക്കും അറിയാല. ഹാരിസും കദീമും കൂടെ ഒരു മക്കാൽ ഒരുമിച്ച് കൂടൂല അല്ലേ. لقد سال من كف النبي بلاله فأروى 80 ألف هذا كل 80 ألف وسلم ആക്കി മാറ്റിയേക്കണം. فأروى 80 ألف شخص زلاله وللخلد أهل الود هاد جماله نظير منير الوجه باد جلاله عليه من العز الإلهي تجان صلاة وتسليم
وأزكى تحياتي على المصطفى المختار خير البريات. ലഖദ് സാല മിൻ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രയോ ആവർത്തിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫിൽ നിന്ന് ഒഴുകി. ബിലാലുഹു എന്ന് പറഞ്ഞാൽ അതിലുള്ള വെള്ളം. അപ്പം നബുൽ മാൽ അത് ഒരുപാട് തരീക്കിൽ കൂടി വന്നിട്ടുണ്ട്, എത്രയോ ആവർത്തിച്ചത് വന്നു. അപ്പം അത് കൂടുതൽ വരണമെന്നില്ലല്ലോ. പക്ഷേ എല്ലാ റിവായത്തിലും 80,000 എന്ന് കാണുന്നില്ല. 80,000 ശഖ്സിനെ എന്താക്കി? ദാഹം തീർത്തു. സുലാലുഹു അതിൽ നിന്നൊഴുകുന്ന അശുദ്ധജലം ആണോ. അപ്പം 80,000 ആളെന്നുള്ള റിവായത്ത് നമ്മൾ പരിഞ്ഞിടത്തോളം മറാഠിയിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് സംഗതി ഇല്ലാന്ന് വരില്ല. കാരണം നമ്മളതിനൊക്കെ എൽമിൻ അലീം സദക്കത്തുള്ള ആൾക്കാരെയും അറിയുന്ന കുത്തുമ്പും ഔസും എല്ലാം അറിയില്ലേ, ഓരോ ജാഹിലൊന്നും അല്ലല്ല. അപ്പം അതൊരു റിവായത്തായി നമുക്ക് മതി. അങ്ങനെ ഒരുമിച്ച് കൂട്ടേണ്ടി വരും. ആവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ല. എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചവൻ പറഞ്ഞ 1000 ഉണ്ടായിന്, 500 ഉണ്ടായിന്, 700 ഉണ്ടായിനൊക്കെ പലതും എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ചിലപ്പോൾ എത്തും. അതെ, അങ്ങനെ ഒരു തഹ്വീലെടുക്കണം. അല്ലെങ്കിലോ വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, നമ്മളതിനാക്കാണ് കണ്ടെത്തിയതും ഇൽമുള്ളതും എല്ലാമാർക്ക് സദഖത്തുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്. ഇനി ജമാലുഹു ഹാദിൻ, അടുത്ത മൂന്നാമത്തെ വരി. ജമാലുഹു ഹാദിൻ, തങ്ങളുടെ ജമാല് വഴികാട്ടുന്നതാണ്. ആരെ? അഹിലൽ വുദ്ദി, മഹബത്തിന്റെ അഹലുകാരെ. എവിടത്തേക്ക് വഴികാട്ടും? ലിൽ ഖുൽദി, കാലാകാലം താമസിക്കുന്ന സ്വർഗത്തിലേക്ക് വഴികാട്ടും തങ്ങളുടെ ജമാലി. കാരണം വഴികാട്ടണമെങ്കിൽ ഒരു പ്രകാശം കൊടുക്കണമല്ലോ. തങ്ങളുടെ ജമാലിന്റെ പ്രകാശം എന്താക്കും? ആരാണോ മഹബത്ത് വെക്കുന്ന അവരെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്. സിറാജം മുനീറ എന്ന് വേറെ സ്ഥലത്തുണ്ടല്ലോ ആയത്തിൽ. ഇനി നളീറുൻ, എന്താ? ഏറ്റവും വലിയ ശോഭയും ഭംഗിയുള്ളവരാണ്. നാളിർ വുജൂഹുൻ നാളിറത്തുൻ ഇലാ റബ്ബിഹാ നാളിറ എന്ന് പറഞ്ഞില്ലേ. ഒന്ന് നാളിറത്ത് ലാദാണ്, മറ്റേതോ ലാഹുവാണ്. അപ്പൊ പ്രസന്നമായ മുഖം ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിന്റെ ലിഖായിലേക്ക് കാണുന്ന ആ മുഖങ്ങൾ പ്രകാശിക്കുന്ന മുഖം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നളീറുൻ, അതാ മുനീറുൽ വജ്ഹി, വജ്ഹ് പ്രകാശിക്കുന്നവരാണ്. ബാദിൻ ജലാലുഹു അലൈഹി, തങ്ങളുടെ മേലിൽ ജലാല് വെളിപ്പെടും. അതായത് രണ്ടുണ്ട്, ജമാലുണ്ട് ജലാലും ഉണ്ട്. ജലാല് വേണ്ട സ്ഥലത്ത് ജലാല് പ്രകടമാകും. ബുർദയിലില്ലേ, أنه وهو فرد من جلالته يستر حين تلقاه وفي شحشمي. അതിന് മുമ്പ് ജമാല് കുറെ വ്യാഖ്യാനിച്ചു. كالزهد في طرف أكرم بخلق نبي زانه خلق بالحسن مشتمل بالبشر متصل. كالزهد في شرف والبذل في شرف والبذل في എന്താക്കി? ജമാലാദ്യം വ്യാഖ്യാനിച്ച്. നല്ല മാർദ്ദവമാണ് കൈ, പുഷ്പത്തിന്റെ എതൾ തൊട്ടതിനാ കാണാൻ, അങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ടോ കഅന്നഹു വഹുവ ഫർദുൻ മിൻ ജലാലതിഹി ഫീ അസ്കരി. അപ്പൊ കഅന്നഹു ഫീ അസ്കരി, തങ്ങള് വലിയ ഒരു അസ്കറിലാണ് ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എത്തരത്തിൽ? വഹുവ ഫർദുൻ, തങ്ങൾ ഒറ്റക്കായിരിക്കും. അതാ അത് മിൻ ജലാലത്തി, തങ്ങളുടെ ജലാലത്ത് കാരണത്താലാണ്. അപ്പൊ കഅന്നഹു ഫീ അസ്കരിൻ വഫീ ഹശമിൻ, വഹുവ ഫർദുൻ, ഒറ്റക്കായിരിക്കുന്ന അവസരത്തിൽ വലിയൊരു സൈന്യത്തിന്റെ ഇടയിലാണ് ഇരിക്കുന്നത്, വലിയ ആൾക്കൂട്ടത്തിലാണ് ഇരിക്കുന്നത് തോന്നിപ്പോകും. എന്താ കാരണം? ജലാലത്ത് കൊണ്ട്. അവിടെ ജലാലത്ത് ആവശ്യമായ സ്ഥലത്ത് ജലാലത്ത് വരും, ജമാലിയത്ത് കൊണ്ടുന്ന സ്ഥലത്ത് ജമാലിയത്തും വരും. അങ്ങനെ പല രംഗങ്ങൾ വരാലോ. അതാണ് ആദ്യം എന്ത് പറഞ്ഞ് മുമ്പ് ഹാദിൻ ജമാലുഹു, എന്നിട്ടോ ബാദിൻ ജലാലുഹു, ജലാല് വെളിപ്പെടും അലൈഹി, തങ്ങളെ മേലിൽ. അത് അലൈഹി വരെ ബാദിൻ ജലാലുഹു അടുത്ത് നിന്ന്
അലൈഹി തീജാനുൻ, തങ്ങളുടെ മേലെ കിരീടമുണ്ട്, മിനൽ ഇസ്ദിൽ ഇലാഹി, ഇലാഹിയായ ഇസ്ദിനാലുള്ള കിരീടം. എന്നല്ലാണ്ട് സാധാരണ കിരീടം രാജാക്കന്മാർ ധരിക്കുന്ന കിരീടം നടിച്ചിട്ട് നടക്കലുണ്ടാവില്ല. അപ്പൊ ഒറ്റ വാക്യം പറഞ്ഞാൽ എന്താകും? തങ്ങൾക്ക് ജലാലുണ്ട്, ജമാലുണ്ട്. ആ ജമാല് മഹബത്തിന്റെ അഹലുകാർക്ക് എന്താകും? വഴികാണിച്ചു കൊടുക്കുന്ന ജമാലാണ്. ചിലപ്പം തങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ മറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജലാല് പ്രകടമാകും. ജലാല് പ്രകടമായ ഉപ്പാപ്പന്മാര് പ്രകടമായ ഒരത്ഭുതങ്ങൾ നമ്മൾ മറ്റേ കിതാബിൽ എഴുതിയിട്ടില്ലേ? അബ്രഹത്തും പാർട്ടിയും വന്നപ്പോൾ ബോധം കെട്ടു വീണുമില്ല. അന്ന് അബ്ദുൽ മുത്തലിബ് ഒരു നോട്ടം നോക്കിയപ്പോ നമ്മ ഓതിയ, എന്നിട്ട് മൂക്കിന്നും വായിന്നും നെറിയുമ്പോ അതെല്ലാം വന്ന അവസ്മാരോളെമാതിരി പടങ്ങി നമ്മ അബ്രഹത്ത് വന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉപ്പാപ്പന്മാരിലേക്ക് എന്താകും? ചിലപ്പോ ആ ജലാല് കൈമാറ്റം ചെയ്യും. അപ്പൊ ഇസ്ദുൽ ഇലാഹിന്റെ തീജാനുള്ളത് കിരീടം, താജിന്റെ ഇനി فما أحد في فضله في ميزانه ولا لغو في قلبه ولا في لسانه إذا الشمس تشوي الرأس الخل ഷാനി നായിക്കില്ലേ? نحف به يوم الحساب لشانه فثم له شان إذا عظم الشان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ഫമാ അഹദുൻ, ഒരാളുമില്ല, ഫീ ഫളിഹി, തങ്ങളുടെ ഫളിലിൽ തുല്യമാകുന്നു. എപ്പോഴും ഫീ വിസാനിഹി, അതിന് തൂക്കം നോക്കി ആരിക്കാണ് കൂടുതൽ എന്നൊരു തൂക്കം നോക്കില്ല. വസനി, അതായത് വാസനം, ഓരോന്നും തമ്മിൽ തൂക്കം നോക്കുന്ന അവസരത്തിൽ മുവാസനത്ത്, രണ്ട് സാധനം വെച്ചിട്ട് ഇതിലാണ് തൂക്കാതെയോ നോക്കലാണ് ഇത് മുവാസനത്ത്. അതിൻ്റെ മറ്റൊരു വസ്ത്രാണ് ഇത് വിസാന്. അപ്പം ഫദിലിൻ്റെ വിഷയത്തിൽ വിസാന് ചെയ്താൽ ആ അതിൽ ഒരാളും തങ്ങൾക്ക് തൂക്കുവെക്കുന്ന ആളില്ല. ലാ യുമാത്തിലുഹു അഹദുൻ, കണ്ടാ, ഫീ വിസാനിഹി. ഇനി വലാ ലഗ്വ ഫീ ഖൽബിൻ, ഖൽബിൽ വേണ്ടാത്തതൊന്നുമില്ല, അനാവശ്യങ്ങളിൽ ലഗ്വ്. വലാ ഫീ ലിസാനിഹി, തങ്ങളുടെ നാവിലുമില്ല. അപ്പൊ കൽബിലുമില്ല, നാവിലുമില്ല, ഇത് ലഗ്വില്ല. അപ്പൊ ഓരോ മഹത്വങ്ങൾ പറഞ്ഞതാണ്. ഇദശംസു തശ്വീർ റഅ്സ, സൂര്യൻ എന്താകും? തലന അങ്ങ് പതപ്പിക്കും. എപ്പോഴും മഹ്ശറയിൽ സൽഖല്ലി ഷാനിഹി, അതിൻ്റെ തോലുരുകി. അപ്പൊ എപ്പോഴാണ്? ഖിയാമത്ത് നാളിൽ. ഷവായശ്വി, ഷവായ എന്ന് പറയില്ലേ? അത് ഖുതുബയില് തശ്ബീഹല്ല, ശബ്ബഹൻ, വികൃതമാക്കുക. അല്ലാഹുമ്മ ലാ തുശബ്ബിഹ് ഖിലഖനാ ബിന്നാർ, നരകത്തിൽ കിടത്തിയിട്ട് നരകം കൊണ്ട് നമ്മളെ കോലം, ഇൻസാനിയായ കോലം എന്ന് പറഞ്ഞാൽ അഫ്ളലായ കോലം. അതുകൊണ്ടാണ് മുഖർറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും കോലം മാറി ഒരു മനുഷ്യന്റെ കോലത്തിൽ വരുന്നത്, അല്ലെങ്കിൽ വേറെ തന്നെ കോലത്തിയൊന്നുമില്ല. അപ്പൊ ജിബ്രീലിന്റെ പദവിക്ക് കോലം മാറി വരാൻ ഏറ്റവും അനുയോജ്യമായത് ഇൻസാനിയായ കോലം തന്നെയാണ്. അല്ലെങ്കിൽ വേറെ കോലം തിരഞ്ഞെടുക്കാമല്ലോ. ഖൽഖിന്റെ ജമ്മ ഖലക്ക് ഫിറക്കത്തിന്റെ ഫിറക്ക് പോലെ നമ്മുടെ പടപ്പത്തരം, നമ്മുടെ സൃഷ്ടിപ്പ്. അതേവശനെ വെള്ളത്തിലിട്ടിട്ട് ആക്കുന്നതിനാന്ന് പറയല് ഷവ എന്ന് പറയല്. യശ്വിൽ വുജൂഹ, അൽക്കഹഫിലില്ലേ, യശ്വിൽ വുജൂഹ ബിഇസ ശറാബ്. അപ്പൊ അവിടെ ഷറാബ വന്നിരിക്കുന്നു. അപ്പൊ വെള്ളത്തിലിട്ട് പോയിങ്ങലാന്ന് ഏതില്? ഷവാബ്. ചുട്ടെടുക്കലുണ്ട്, വെള്ളത്തിലിട്ടലുണ്ട്, നെയ്യ് വെച്ചിട്ട് പൊരിക്കലുണ്ട്, അല്ലേ? അങ്ങനെ പല കോലത്തിലുണ്ടാക്കും, വേവിക്കുന്ന ഒരു കോലാണത്. അപ്പൊ സൂര്യൻ തലക്കൻ എന്താക്കും? ചുട്ട് വേവിപ്പിച്ചിട്ട് അതിനെ തോലെല്ലാം ഒരിയുന്ന രീതിയിൽ തന്നെ പോകും. ഷാന് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിൽദ്. അതിന്റെ സൽഖ് എന്ന് പറഞ്ഞാൽ ഒരിക്കളയിൽ. നഹുഫു ബിഹി യൗമൽ ഹിസാബ്, ഹിസാബിന്റെ ദിവസത്തിൽ നാം തങ്ങളോടൊപ്പം വളഞ്ഞു തങ്ങളൊപ്പം ഒരുമിച്ച് കൂടുകയാണ്.
എന്തിനാലി ഷൈനിഹി, അന്ന് തങ്ങൾക്ക് പ്രത്യേകമായ പദവിയാണ്, ഒരാൾക്കില്ലാത്ത പദവി എന്നുണ്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫഖ്തുൻ നബിയ്യ മുഹമ്മദൻ ഖൈറൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഫഇലൈകുമു അന്നാ ഫഇന്നാ ഫീ ഖതർ ഫഖ്തുൻ നബിയ്യ മുഹമ്മദൻ ഖൈറൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിർ പറഞ്ഞത് ഇതിനെ ഫൈസിലി മുമ്പർ പറഞ്ഞല്ലോ, എല്ലാത്തിനും സാക്കിനാറാകൊണ്ടാണ് ഞാൻ പറയാറ്. അപ്പോൾ അവസാനത്തെ ദുആയിലില്ലേ നഫാസ് 150 വരി ബൈത്താണ്. അതിൽ 9 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ചോദ്യം പറയൂല, ഉത്തരത്തിന് മനസ്സിലാക്കിക്കൊള്ളണം. ബാക്കി ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹാൻ ഇടം തുടങ്ങും 100 മുതൽ തുടങ്ങിയിട്ട് ശഫാഅത്തുൽ ഉലമ കൊണ്ട് അവസാനിപ്പിക്കുന്നു. യാ അക്റമൽ ഖൽഖി വയാ മൻ യഫ്തഖിർ കുല്ലുൻ ഇലൈഹി ലിജാഹിഹി യൗമൽ ഹശ്ർ. കണ്ടാ എല്ലാത്തിൻ്റെ സാക്കിനാറാണ്ടാവും. والشمس تحرقهم مضاعفة بحر ويقول كل خلائق أين المفر والأنبياء خوفا جثوا مما ظهر نحو الورى الجبار بطشا بالقهر فهناك رسل الله كل يعتذر فيقول يا نفسي ويا هول الحشر. فإليكم عنا فإنا في خطر فأتوا النبي محمدا خير البشر. منتظر لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر. അങ്ങനെ വെച്ച് മൂപ്പർദ്വാരത്തിൽ. അപ്പൊ ഫസമ്മ അവിടെ ഇപ്പൊ യൗമൽ ഹിസാബിൽ അവിടെ ഉണ്ട് ലഹു തങ്ങൾക്കുണ്ട് ഷഅ്നുൻ അലീമുണ്ട്. ഏത് മക്കാ ഷഫാഅത്തുൽ ഉലമാന്റെ പദവി ആർക്കും കിട്ടാത്ത പദവി. യാത്തി സയ്യിദുനാ മുഹമ്മദനിൽ വസീലത്ത എന്ന് പറഞ്ഞത് അല്ലാഹു തആല ഒരബ്ദിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞാനാകുന്ന പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഇതാ അളുമശാനു ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ ഷഹന് കടുപ്പം കൂടുന്ന അവസരത്തിൽ തങ്ങൾക്ക് പ്രത്യേകമായ ഷഹൻ അവിടെ ഉണ്ട്. എല്ലാവർക്കും ഷാന കണ്ടാ സൽഹല്ലി ഷാനിഹി എന്താണ് തലയുടെ തോലിനെ എന്താക്കും ഊരിക്കളിയും ചൂട് പിടിപ്പിച്ചിട്ട്. അതാ യൗമൽ ഹിസാബിലി ഷാനിഹി ഫസമ്മാ ലഹു ഷാനുൻ ഇദാ അളുമശാനു. അപ്പോൾ ഫസമ്മാ ലഹു ഷാനുൻ എന്ന് പറഞ്ഞാൽ ഏതാ ഷാന്? ഷഫാഅത്തുൽ ഉലമാന്റെ സ്ഥാനം. ഇദാ അളുമശാനു ഖിയാമത്ത് നാളിൻ്റെ ഭയാനതകൾ ശൈഉൻ അലീം എന്ന് പറഞ്ഞില്ലേ. ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അലീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാറാ വമാ ഹും ബിസുകാറാ വലാകിൻ അദാബല്ലാഹി ശദീദ്. അതാണ് ഇത് ഇദാ അളുമശാൻ. ഇനി ഹിന്ദുവായിലേക്കാൾ കുറച്ച് അടക്കടക്കിടക്ക് വെച്ചാത്തും പറയും. അപ്പാട് لجئنا لدى صدم الملمات جلها أتيناك في كثر المنادون كلها نرجيك يا خير البريات كلها ليوم بروز النار والرب غضبان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ലജിഇനാ നമ്മൾ അണഞ്ഞുകൂടുന്നു, അഭയം പ്രാപിക്കുന്നു. മൽജ എന്ന് പറയുന്നില്ലേ? അപ്പൊ ലജിഇന ലി ഖൈരിൽ ബറായ എന്നിട്ട് മുമ്പത്തേക്ക് പോകും. ഖൈറുൽ ബരിയത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നാം അഭയം പ്രാപിക്കുന്നു. ബറായാന്റെ തർക്കിൽ എന്താക്കി കുല്ലിഹ ബറായ ആരായാലും, ബറായ എന്ന് വെച്ചാൽ പടക്കപ്പെട്ട വസ്തു എന്നാണ്. പടക്കപ്പെട്ട വസ്തു. അപ്പൊ അല്ലാഹു തആല ബാരി പടച്ച വസ്തുക്കൾക്കെല്ലാം എന്ത് പേരായി? ബരിയത്ത്. ബരിയത്ത് എന്നുണ്ടാകല് അത് ഇദ്ഗാമാക്കിയിട്ടാണ് ബരിയത്ത്. ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് ബറായ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. അതെ ബരിയത്തിന്റെ കുല്ലിഹ
വ അജല്ലിഹ ഖൈറുൽ ബരിയത്ത് എന്ന് പറഞ്ഞാലും പോലെ വ അജല്ലിഹ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരിലേക്കും ഉണ്ടില്ല. ബറായാന്റെ തഹ്കീദായി കുല്ലിഹ. എന്നിട്ടോ ഖൈറിന്റെ ബാക്കിയാണ് ഇത് അജല്ലിഹ പടപ്പുകളിൽ നിന്ന് ഏറ്റവും അജല്ലായവരിലേക്കും ലജിഇന നമ്മ അഭയം പ്രാപിക്കുന്നു. എപ്പോ ലദാ സ്വദുമിൽ മുലിമ്മാതി ജുല്ലിഹ മനുഷ്യനിലേക്ക് അകപ്പെട്ടു വരുന്ന ബലാ മുസീബത്ത് ബുദ്ധിമുട്ടിനാണ് മുലിമ്മ്. അലമ്മ യുലിമ്മുവിന്റെ ഇസ്മു ഫായിലാണ് മുലിമ്മ്. അതിന് ജമ്മാക്കിയാൽ എന്താകും? മുലിമ്മാത്ത് എന്ന് പറയും. ജുല്ലിഹ എന്ന് വെച്ചാൽ അത് മുഴുവനും. അപ്പോൾ ബലാ മുസീബത്തുകൾ ബുദ്ധിമുട്ടുകൾ മുഴുവനും നമ്മളെന്താക്കും? പിടികൂടുന്ന അവസരത്തിൽ, പെട്ടെന്ന് ചാടി വരുന്ന അവസരത്തിൽ നമുക്ക് അഭയം പ്രാപിക്കുവാനുള്ള കേന്ദ്രം ഖൈറുൽ ബരിയത്ത് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അതൈനാക്ക നമ്മൾ തങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഈ കുസ്രിൽ മുന നമ്മുടെ ആഗ്രഹിക്കുന്ന ധാരാളം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ. മുന കുസർ ദൂനക്കുല്യ കുറച്ചൊന്നുമല്ല. ഈ മുന ഉണ്ടല്ലോ ആഗ്രഹം, മുന്നത്ത് മുന, മുന്നത്ത് അതിന് ജമ്മാക്കിയാൽ മുന, അതിന്റെ ധാരാളത്തിൽ തന്നെ വരുന്നു. ദൂനക്കുല്യ കുറച്ചും കൊണ്ടൊന്നല്ല. അതാ അദ്ദൂന ഹുന ബിമാന മഅ അല്ലെ മആന്റെ അർത്ഥം കൊടുക്കാതെ ദൂനിന്. അതായത് കൂടുതൽ മുന കൂടിയാലും കുറഞ്ഞാലും അപ്പൊ ചെറിയ വലിയ മുന തങ്ങളിലേക്ക് വന്നിരിക്കുന്നു മഹാന്റെ അർത്ഥം കൊടുത്താൽ. മറ്റേതോ കുറച്ചൊന്നല്ല കൊണ്ടുവന്നത്, ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അദ്ദൂനു ഹുന ബിമാന മഅ. അപ്പൊ മഅ കസീറുൽ മുന വ ഖലീലിഹ എന്നായി അർത്ഥം. ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ സഫലീകരണത്തിന് വേണ്ടി നാം തങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നുറജ്ജീക യാ ഖൈറൽ ബരിയത്തി കുല്ലിഹ പടപ്പുകൾ മുഴുവനും പടപ്പുകളിൽ നിന്നും ഏറ്റവും ഹൈറായവരെ നമ്മൾ തങ്ങൾ ആഗ്രഹിക്കുകയാണ്. എപ്പോഴ്? ലിയൗമ ബുറൂസിന്നാർ നരകം വെളിപ്പെടുന്ന ദിവസത്തിൽ. ലിയൗമി റബ്ബ് ഖളുബാനു റബ്ബ് ദോഷികൾക്കുള്ള ഖളുബാനായിരിക്കുന്നു. അപ്പൊ ഖിയാമത്ത് നാളിൽ ദസാഹിത്തുൻ അലൽ ആസിൻ ദോഷികളെ മേലെല്ലാം ഖളുബാനി. അപ്പൊ റബ്ബ് അതിന് ലിയൗമി ബുറൂസിന്നാർ നരകം വെളിപ്പെടുന്ന അവസരത്തിൽ. ഇനി أتينا بمخزل نفوس موللها ومغبلها عن رشدها ومذلها وجئنا بأحمال الجرائم كلها نجر ذيولا بالذنوب وذلها إليك ليغشانا من الرب غفران صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. അപ്പൊ അത്തൈന നമ്മൾ വന്നത് ബി മുഹസിലിൻ നുഫൂസ് നഫ്സുകളെ ഖിസിയിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുമായിട്ടാണ്. അദാബൽ ഖിസി എന്ന് ഖുർആനില്ലേ? ഖിസിയിലാക്കുന്നു, ഉദബികേടിലാക്കുന്നു. അത് തന്നെയാണ് ഇത് മുദില്ലിഹ നുഫൂസുകളെ റില്ലത്തിലാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വ മുഗവില്ലഹ അൻ റുഷ്ദിഹ നഫ്സിന്റെ വേണ്ടുന്ന റുഷ്ദുണ്ടല്ലോ നേർവഴി, അതിനെ തൊട്ട് തെറ്റിച്ചു കളയുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് വന്നത്. അവിടെ രണ്ടാമത് മുദില്ലിഹ എന്നല്ല മുസില്ലിഹ എന്നാണ് ഒരു സഹിയ റിവായത്തുള്ളതെന്നാണ്. അസല്ല യുസില്ലു അല്ലെങ്കിൽ ആവർത്തനമാവും. മുദില്ലിഹ മുദില്ലിഹ എന്ന് പറയുമ്പോൾ ആവർത്തനമായില്ലേ? അപ്പൊ അവിടെ മുസില്ലിഹ എന്ന റിവായത്തും വഹിയ ഔല ലിഅദമി തക്റാർ ആവർത്തനം ഒഴിവാക്കാനും നല്ലതാണ്. അർത്ഥത്തിലൊത്താലും ആവർത്തനം വന്ന ഒഴിവാക്കാൻ എന്താ? ആവർത്തനം എല്ലാത്തിനും മോശമാവില്ല. റബ്ബിക്കുമാ തുകദ്ദിബൻ എത്ര വട്ട ഒരു സുഹൃത്തിൽ പറഞ്ഞ് മുപ്പിച്ചെല്ലാനും പാടാറുണ്ട്. എന്നിട്ടത് മോശമായിട്ടുണ്ടാവും.
വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എത്ര വട്ടം ആവർത്തിച്ചു? ഫകൈഫ കാന അദാബി വനുദുർ എത്ര വട്ടം സൂറത്തിൽ ആവർത്തിക്കുന്നു? അപ്പം ആവർത്തന വിരക്തി എന്നുള്ളത് മോശമാവുകയാണെങ്കിൽ ഖുർആനെ മോശമാക്കേണ്ടതല്ലേ? അല്ലെങ്കിലല്ല. പക്ഷെ അവിടെ എന്താക്കി മുസില്ലിഹ കാരണം മുഹവില്ലഹാക്ക് യോജിപ്പ് അതാണ്. റുസുദിനെ തൊട്ടിട്ട് ഗവായത്തിലാക്കുന്ന സാധനം മുസില്ലിഹ നുഫൂസുകൾ എന്താക്കും? സന്മാർഗത്തിൽ നിന്ന് ഇസ്തിഖാമത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളുമായിട്ടും പാപങ്ങൾ മുഴുവനത്തിൻ്റെയും ഭാരവുമായിട്ടാണ് നാം തങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഈ അത്തൈനാന്റെ തഫ്സീലായി പറഞ്ഞു. നേരത്തെ അത്തൈനാക്കെന്ന് പറഞ്ഞില്ലേ? ദോഷങ്ങളെ കൊണ്ടും ദോഷത്തിന്റെ ദുല്ലുമായിട്ട് നമ്മളെന്താക്കുന്നത്? നമ്മളെ തുണി വലിച്ചുകൊണ്ടും കോന്തല വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോയക്ക് ഇതൊക്കെ വരുന്നുണ്ട്. നമ്മ ഓടിയോ നടക്കുകയോ ചാടുകയോ ചെയ്താലേ നമ്മളെ തുണിന്റെ കോന്തല ഒന്നിച്ചുണ്ടാവില്ലേ? ഇലൈക്ക തങ്ങളിലേക്ക്. ഇത് നജുറു ദുയൂലം ബിൽ ദുനൂബി ഇലൈക്ക തങ്ങളിലേക്ക്. എന്തിനാണ്? ലിയഗ്ശാന നമ്മളെ പൊതിയാൻ വേണ്ടിയാണ്. മിനർ റബ്ബിന്റെ വക്കൽ നിന്ന് ഗുഫ്റാനും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. മഗ്ഫിറത്തിന്റെ മാറ്റം നോൺ ഫോമാണേത്? ഗുഫ്റാൻ. ഗുഫ്റാനക റബ്ബന വഇലൈക്കൽ മസീർ. ഗുഫ്റാനക നിന്റെ മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. അപ്പം മഗ്ഫിറത്തിന്റെ മാനാക്ക് എന്താക്കും? ഗുഫ്റാൻ എന്നത് മസ്ദറായിട്ട് വരും. സുബ്ഹാന പോലെ. അതെ. അപ്പൊ റബ്ബിന്റെ പക്കൽ നിന്ന് മഗ്ഫിറത്ത് നമ്മൾ എന്താക്കണം? പൊതിയണം, നമ്മളെ മൂടണം. അത് ആവശ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി وكم نعلى منك المادحون نفعة نجا كل عصينا لا منك شفاعة وعبدك عصيم قالوا الظهر حيران ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. ഇങ്ങനെയൊക്കെയാ വന്നത്. അതുകൊണ്ട് ഫയാ സയ്യിദി, എൻ്റെ സയ്യിദാവരെ, ഇതെല്ലാം താങ്കളങ്ങ് തടുക്കണം. അതായത് ഇതിന്റെ ഭവിഷ്യത്തുകളാണ്, ഭവിഷ്യത്തല്ലേ തടുക്കേണ്ടത്. ആ ദാഫിന്റെ മഫ്ഊൽ മുത്ലഖാണ് ദിഫാഅത്തൻ, ഒരു തടുക്കൽ. തഞ്ജലി ബിഹ തങ്ങളെ വെക്കുന്ന ആ തടുക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നിൽ ജഹീം, ജഹീം എന്താക്കും? ഒഴിഞ്ഞങ്ങോട്ട് പോകും. ജഹീമ നമ്മളെ കാണിക്കുകയും ചെയ്യില്ല. ഈ ഇർത്തിഫാഅത്തൻ അത് തഞ്ജലിന്റെ മഫ്ഊൽ മുത്ലഖാണ് ഇർത്തിഫാഅത്തും. എന്തുകൊണ്ട്? മഫ്ഊൽ മുത്ലഖ് ആക്കാൻ എന്തും അത് കൊള്ളിക്കണ്ടാലും മതി എന്നല്ലേ പറഞ്ഞത്. ആ പേരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും കൊള്ളിക്കണ്ടാകുന്ന റബത്തുഹു സൗത്തൻ എന്ന് പറഞ്ഞാൽ ആലത്തല്ലേ, ചാട്ടയല്ലേ ഇത്. അപ്പോൾ ജഹീമിന്റെ അദാബുകളെല്ലാം എന്താക്കും? നമ്മളെ തൊട്ട് ഒരൊറ്റ ഉയർത്തൽ അങ്ങോട്ട് ഉയർത്തും. വകംനാല മിൻകൽ മാദിഹൂന, മാദിഹീങ്ങളായ ആളുകൾ എത്രമാത്രം കിട്ടിയിട്ടുണ്ട്. നഫാഅത്തൻ ഉപകാരങ്ങൾ തങ്ങളെ വക്കൽ നിന്ന്. എന്തെല്ലാന്ന്? മംഫയത്ത് കിട്ടി, ദുനിയാവിലും കിട്ടിയിട്ടുണ്ട്, ആഖിറത്തിലും കിട്ടിയിട്ടുണ്ട്. ഇമാം ബൂസരി തങ്ങൾക്ക് മാറാത്ത രോഗം മാറിയിട്ടുണ്ട്. അങ്ങനെ പല 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 റൗദ ഷരീഫിൽ നിന്ന് ഭക്ഷണം കിട്ടിയ ആളുണ്ട്. ഞാൻ ഇവിടെ വിരുന്നുകാരാണ് വഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ണൂരിൽ നിന്നല്ലേ വർഷങ്ങളോളം ഓതിയത്. മജിദാത്തിന് 2-3 ഇനമുണ്ട്. തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ബിഅ്സത്ത് വരെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 40-ാം വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വഫാത്താകുന്നത് വരെയുള്ള ഹാലുണ്ട്. വഫാത്തായതിനു ശേഷം അന്നും ഇന്നും തുടർന്ന് വരുന്ന വഫാത്തിന് ശേഷമുള്ള മജിദാത്തുകളും ഉണ്ട്.
അപ്പൊ ആദ്യത്തിന് എന്ത് പറയും? ഇർഹാസാത്ത് എന്നല്ല, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇർഹാസാത്ത് എന്ന് പറയും. ദഅവത്തുള്ള സമയത്ത് മോജിസാത്ത് എന്ന് പറയും. വഫാത്തിന് ശേഷം വരുന്നതിന് എന്താ പറയേണ്ടതെന്ന് ഒരു ഖിലാഫും ഉണ്ട്. അങ്ങനെ അപ്പം ദഅവത്ത് ഇല്ലല്ലോ നോക്കിയിട്ട് ഇർഹാസാത്തിന്റെ ബാക്കിയാന്ന് പറയും, മുമ്പ് കഴിഞ്ഞതിന്റെ. എല്ലാ ദഅവത്ത് ഇന്നും എന്തുണ്ട്? മനവിയായി നിലനിൽക്കുന്നുണ്ടല്ലോ, ആമുണ്ട്. അന്നലൊക്കെ നോക്കിയാൽ മോജിസാത്തൊന്നും പറയാം. ആ പേര് കൊടുക്കുന്നതിലല്ലോ നമ്മളെ ചർച്ച. അപ്പോ നജാകുല്ലു ആഷിൻ, ഏത് ആശയും രക്ഷപ്പെട്ടു. എങ്ങനത്തെ ആശി? നാലമിന്റെ ഷഫാഅത്ത്, തങ്ങളെ വാക്കിൽ നിന്ന് ഷഫാഅത്ത് ഒരു ആശയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായി? രക്ഷപ്പെട്ടു. അതുകൊണ്ട് വഅബ്ദുക, തങ്ങളെ അബ്ദ് ആരാന്ന് ഞാൻ തന്നെ പറയുന്നത്. അബ്ദു എന്ന് വിളിച്ചോടോ എന്നല്ല മറ്റു ചർച്ച മുമ്പ് നമ്മൾ കഴിഞ്ഞു പോയി, എല്ലാവരും പഠിക്കുകയും ചെയ്ത് അറിയുകയും ചെയ്തു. അബ്ദുക്കും ബിൽ ബാബി വാഖിഫ്, അബ്ദുക്കൽ മിസ്കീൻ യർജു. അങ്ങനെ അബ്ദ് 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 എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടേ പറഞ്ഞുകൂടുന്ന് അങ്ങനെ ആരോ മനസ്സിലാക്കി വെച്ച്. അബ്ദ് എന്ന ഭാഷാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന 20ഓളം അർത്ഥമുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്ദുക്ക ആഷിൻ, ആഷിയാണ് എന്നിട്ടോ. മുസ്കലുൽ ലഹിരി, ചുമട്ടുണ്ട് ലഹർ. ആ ലഹർ ഭാരമാക്കപ്പെട്ട ആളാണ്. ഹയറാനോ, വളരെ ബേജാറ് പിടിച്ച ആളുമാണ്. ഇലൈക اشتكى من ظلم نفس وكم أسى بآدابه مع ربه علا أو عسى ينال بك الغفران يا صاحب العصا نشا عمره بين الذنوب وكم عصى فخذ بيد العاصي فكم لك إحسان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. അപ്പൊ അബ്ദിന് എന്ത് പറഞ്ഞ? ആഷിയാണ്, മുസ്കലുൽ ലഹറാണ്, ഹയറാണ് എന്ന് 3 ഖബറോടെ പറഞ്ഞത്. അതതിന്റെ ബാക്കി. ഇലൈക ഇഷ്തക, ആ അബ്ദ് തങ്ങളിലേക്ക് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. മിൻ ദുൽമി നഫ്സിൻ, നഫ്സിന്റെ ദുൽമിനെ തൊട്ട്. എന്താ ഇർതകബത്തു അലൽ ഖതാ എന്ന് പറഞ്ഞ പോലെ നഫ്സിന് ഒരേ ദുൽമുണ്ട്. ഇന്ന് മാത്രമല്ല വക്കം ദലംതു നഫ്സിന്ന്, വക്കം അസാബി ആദാബി, അസാ എന്നുണ്ടാവും. അതെന്താക്കും? ഹംസ് കളഞ്ഞു. അപ്പൊ അത് മാദിയ ഫീലാണ്. വക്കം അസാബി ആദാബിഹി മഅ റബ്ബിഹി, ഈ അബ്ദ് പാലിക്കേണ്ടുന്ന കുറെ ആദാബിന് ദോഷം വരുത്തിയിട്ടുണ്ട്. ആരോട് പാലിക്കേണ്ട ആദാബ്? മഅ റബ്ബിഹി, റബ്ബിനോട് പാലിക്കേണ്ടുന്ന ആദാബ്, അതിന് കൊട്ടം വരുത്തി. അപ്പൊ സൂഇല്ലാതെ വന്നിട്ടുണ്ട്. അല്ല ഔ അസ, അതെന്താക്കും? ലഅല്ല എന്ന് പറയിക്കില്ലേ? ലഅല്ലാന്റെ ഒരേ മറുപ്രയോഗങ്ങളുണ്ട്. അല്ല അല്ല കന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഏതോ നെഹ്മിന്റെ കിതാബിലുണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അൽഫിയിലുള്ള ലഅല്ല എന്തോ ആവട്ടെ, ലഅല്ല എന്ന് പ്രയോഗിക്കും. ഇസ്മിന് നസ്മ ഖബറിന് റഫും ചെയ്യുന്ന ആമിൽ എന്താക്കും? ലഅല്ല, അല്ല, റഗന്ന എന്നൊക്കെ പല എല്ലാം റജായിന് പ്രയോഗിക്കുന്നതാണ്. ഖുർആനിൽ ലഅല്ലേ ഉള്ളൂ. അപ്പം ലഅല്ലാന്റെ മറ്റൊരു ഫോം അല്ല. അതുപോലെ തന്നെ ഒരു സാധനം അടുത്തു നിന്നില്ല. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറു അസല്ലാഹു അൻ യജഅല ബൈനക്കും, ഒരു അസ പ്രയോഗിക്കില്ലേ? ആ അസയാണത്. അപ്പൊ റജായിന്റെ ഒരു പ്രയോഗം തറജിക്കാണ് അല്ല. അത് തന്നെ അടുത്തെത്തിന്ന് കാണിക്കാനാണ് അസ പ്രയോഗിക്കല്. അതുകൊണ്ട് അസാക്ക് ശേഷം എന്താക്കും? അന്യ കൊടുക്കും. അസല്ലാഹു അൻയാഫുവ, അസല്ലാഹു അൻയകുഫ. ഒരു സാധനം അടുത്തെത്തി വളരെയധികം പ്രതീക്ഷിക്കാവുന്ന രംഗത്തെത്തിയാൽ അസ പ്രയോഗിക്കും. അല്ലയോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും. അപ്പൊ അല്ല കൊണ്ടെന്തായി? ആഗ്രഹിക്കുന്നു എന്ന റജാ വെളിപ്പെടുത്തി അത് തന്നെ കിട്ടാൻ അടുത്തിരിക്കുന്നു എന്നറിക്കാൻ അസ പ്രയോഗിച്ചു. തിന്നണ അല്ല ഔ അസ എന്താണത്? യനാലു ബിക്കൽ ഗുഫ്റാൻ,
തങ്ങൾ മുഖേന എന്താക്കും എനിക്ക് ഖുഫ്റാൻ കിട്ടും എന്നുള്ളത് അല്ല യനാലുബിക്കൽ ഖുഫ്റാൻ അസ അഞ്ഞനാലുബിക്കൽ ഖുഫ്റാൻ യാ സാഹിബൽ ഹസ അതായത് ദലായിലുൽ ഖൈറാത്തി തങ്ങളെ പേരിൽ കാണാം സാഹിബുൽ ഹിറാവ സാഹിബുൽ അസ വടി ഉടയോറും അത് ഷമാലിൽപ്പെട്ട ഒന്നാണ് അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്നു ഒരു വടി മൂസാ നബിക്ക് ഉണ്ടായിട്ടില്ലേ ഖാല ഹിയ ഹസായ അതവക്കഉ അലൈഹ വഷ്ബിഹ ലാ ഗനമി വലിയ ഫിഹ മആരിബു ഉഖറ എന്നിട്ട് മുഅ്ജിസാത്തിന്റെ മദ്ഹർ അതായിരുന്നു അടി എന്താക്കി ഫിറഔന്റെ മുമ്പിലെത്തിയപ്പോൾ പാമ്പായി ഒരിക്കൽ എന്താക്കി ബനൂ ഇസ്രായേലിനെ ദാഹിച്ചപ്പോൾ പാറക്കല്ലിന് അടിക്കാൻ പറഞ്ഞപ്പോൾ 12 ഉറവുണ്ട് ബാഹർ വിട്ട് കിടക്കുമ്പോൾ അടി എന്ന് പറഞ്ഞു എല്ലാം പടിയാന്ന് പറഞ്ഞു എന്നിട്ടോ നശാ അമ്രുഹു ഈ അബ്ദിന്റെ ആയുഷ്കാലം കഴിഞ്ഞുകൂടി വളർന്ന് ബൈനദ്ദുനൂബ് ദോഷങ്ങളിടയിലാണ് വളർന്നിരിക്കുന്നത് വകം അസ അങ്ങനെ എത്ര കുറ്റകൃത്യങ്ങളാണ് ചെയ്തത് അതുകൊണ്ട് ഫഖ്ലു ബിയദിൽ ആസി ഈ ആസിയുടെ കൈപിടിക്കണേ ഫകം ലക ഹിസാൻ തങ്ങൾക്ക് എത്രമാത്രം ഹിസാൻ ചെയ്തവരാണ് തങ്ങൾ 1 2 3 അല്ലല്ലോ ഫകം ലക ഇഹ്സാൻ ഇനി ونفسي في خوض الأباطيل أكبتا وقد أركزت عن قصدها حيث أثبتت خشيت كأن النفس للذنب أنبتت نسيت إساءتي وفي اللوح أثبتت فكل إذا للقسط يوضع ميزان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ونفسي عند نفس في خوض الأباطيل باطلاയ കാര്യങ്ങൾ ഏറ്റവും വലിയ ബാത്തിൽ എന്താണ് അബുത്തൽ ഇസ്മത്തഫ്ദിൽ അതിന്റെ അബാത്തീലില് മുങ്ങുന്ന വിഷയത്തിൽ ഊക്കിബിതത്ത് മുഖം അടക്കം വീണിരിക്കുകയാണ് അസ്കത്ത് ഇതാ സക്കത്ത അലാ വജ്ഹിഹി കബത്ത ഉക്ബിത അപ്പൊ അബാത്തീലിൽ മുങ്ങുന്ന വിഷയത്തിൽ മുഖം അടക്കം മുങ്ങിയിട്ടുണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ല വകം ഉർക്കിസത്ത് അൻ ഖസ്ദിഹ ഈ നഫ്സിന്റെ യഥാർത്ഥത്തിലുള്ള മഖ്സൂദ് ഉണ്ടല്ലോ ആ മഖ്സൂദിനെ തൊട്ടെന്താക്കി അന്ന് നാട്ടപ്പെട്ട് എവിടെ ഹൈസ് ഉസ്ബിത്തത് അത് എവിടെയാണോ ഇപ്പം കഴിഞ്ഞുകൊണ്ട് ദോഷത്തിലല്ലേ അവിടെ തന്നെ നാട്ടപ്പെട്ടു പോയി ആടുന്നില്ല നീങ്ങാനോ മറിയാനോ സാധിക്കുന്നില്ല കസദ് വേറെ ഈ കസദിൽ എത്താൻ കഴിയാത്ത വിധത്തിൽ അവിടെ സുബൂത്താക്കപ്പെട്ട ആ ദോഷങ്ങളുടെ അതിൽ എന്തൊക്കെ പൂണ്ടുപിടിച്ചു പോയി അവിടെ നടക്കാൻ കഴിയുന്നില്ല ഖശീതു ഞാൻ പേടിക്കുന്നു ഈ നഫ്സ് ദോഷം ചെയ്യാൻ വേണ്ടി തന്നെ മുളച്ചതാണോ എന്ന് സംശയിക്കുന്നു ആ രീതിയിലായി പോയിട്ടുണ്ട് ഞാൻ പേടിയാകുന്നു അല്ല ഒരു ഹൈറും ചെയ്യാത്ത വിധത്തിൽ ദോഷത്തിനായിട്ട് മടക്കപ്പെട്ട സാധനമായി പോയോ എന്ന് പേടിച്ചു പോയി നസീതു ഇസാഅതി ഞാൻ ചെയ്ത ആ കുറ്റകൃത്യങ്ങൾ ഞാൻ മറന്നിട്ടുണ്ട് വഫിൽ ലൗഹി ഉസ്ബിതത് മലായിക്കത്തിന്റെ കയ്യിലുള്ള ലൗഹയിൽ എന്താക്കി അത് ഖുർആനിൽ തന്നെ ഒരു വാക്കുണ്ടല്ല അഹ്സാഹുല്ലാഹു വനസൂഹു അതുകൊണ്ട് ഫകുല്ലി തങ്ങൾ എനിക്ക് അനുകൂലമായി ആവണം എപ്പോഴ് ഇദാ യൂദഉ മീസാനു ഇദാന്റെ മദ്ഖൽ ഏതാണ് യൂദഉ ഇദാ യൂദഉ മീസാനുൻ ലിൽ ഖിസ്തി നീതിക്ക് വേണ്ടിയിട്ട് നന്മതിന്മകളൊക്കെ തൂക്കി നീതിക്ക് വേണ്ടി എന്താകും വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ആ മീസാൻ സ്ഥാപിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അപ്പോൾ എന്താക്കണം തങ്ങൾ എനിക്ക് അനുകൂലമാവണേ ഇനി سعدت بنيل السول والفوز إذ ثني مطي إلى مثواك يا خير منثني إلى العرض غوثا لا تدعني وتنسني نشرت ثناكم حل بالبشر أنثني يبشر بالرضوان في الحشر رضوان صلاة وتسليم وأزكى تحيتي
على المصطفى المختار خير البرية സഇദ്തു ഞാൻ വിജയിച്ചു സഅദത്ത് ബിനൈലി സൂലി വൽ ഫൗസ് സൂല് ഏതാണ് മസ്ഊലായ സാധനം ചോദിക്കപ്പെടുന്ന അന്തും റജാഇ വസൂലി വല്ലാഹു ഖാദി മസൂലി എന്ന് പറഞ്ഞു അപ്പൊ സുആൽ ആ ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ ലഭിക്കൽ കൊണ്ടും ഫൗസ് കിട്ടൽ കൊണ്ടും ഞാൻ വിജയിച്ചു എപ്പോഴ് ഇം സുനിയ മത്തയ്യത്തി ഇലാ മസ്വാക്ക ഇം സുനി മത്തയ്യത്തി അതിന്റെ നായിബ് ഫൈലാണ് എൻ്റെ വാഹനം തങ്ങളുടെ കിടക്കുന്ന സ്ഥലത്തേക്ക് റൗള ഷരീഫിലേക്ക് എൻ്റെ വാഹനം തിരിച്ചുവിടപ്പെട്ടാൽ എൻ്റെ വാഹനം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ചുവിടപ്പെട്ടാൽ എന്തായി കാര്യമെല്ലാം നേടൽ കൊണ്ട് ഞാൻ വിജയിക്കാം ഞാൻ ഖൈറ മുൻസനി എന്ന് പറഞ്ഞ വാഹനങ്ങൾ ആവട്ടെ തിരിച്ചുവിടപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരെ എങ്ങോട്ടെല്ലാം യാ ഖൈറ മൻ യമ്മൽ ആഖൂന സാഅതഹു സഅയൻ വഫൗക മുതൂനിൽ ഐനി ഖിർറുസുമി എന്ന് പറഞ്ഞില്ലേ യാ ഖൈറ മൻ യമ്മൽ ആഖൂൻ എന്തെങ്കിലും ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താക്കും ലക്ഷ്യം വെച്ച് പോകുന്ന ഒരു കേന്ദ്രമുണ്ട് ജമ്മമ സഅയൻ നടന്നിട്ടും പോകും വഫൗക മുതൂനിൽ ഐനി ഖിർറുസുമി മണലിലേക്ക് എന്താക്കും ഊന്നി ചവിട്ടി നടക്കുന്ന ഒട്ടകം അതായത് ഒട്ടകം സ്പീഡ് കൂട്ടുമ്പോൾ എന്താക്കും മണലിൽ നല്ല ഊന്നിച്ചെടുക്കണം അതിനൊക്കെ റുസുമി അതിനൊക്കെ ഒട്ടകത്തിന്റെ എമ്മ അതാണ് യാ ഖൈറ മുൻസനി അതായത് വാഹനങ്ങൾ തിരിച്ചുവിടപ്പെടുന്ന കേന്ദ്രങ്ങൾ പലതും ഉണ്ട് അതിൽ നിന്ന് ഏറ്റവും ഖൈറായവരെ കണ്ടാ ഇനൽ അതാണ് ഇനൽ അർളി ഖിയാമത്ത് നാളിലേക്ക് ഗൗസായിട്ട് ലാ തദഇനി വതൻസനി ലാ തദഇൻ നമ്മൾ അത്ഫാണ് വതൻസ അപ്പൊ എന്താക്കും അതാ നെഹിയല്ലേ നെഹിയാമ തൻസ തൻസ എന്ന് പറയുമ്പം തൻസനി അവസാനം കളയപ്പെടില്ലേ അപ്പൊ ലാ തദഇനി വതൻസനി എന്നെ ഒഴിവാക്കാനും പാടില്ല എന്നെ മറക്കാനും പാടില്ല നശർതു സനാക്കും തങ്ങളുടെ സനായിനെ ഞാൻ പരത്തിയിട്ടുണ്ട് മദ്ഹിനെ അല്ല ബിൽ ബിഷ് അല്ല അൻസനി ബിൽ ബിഷർ നേരത്തെ പറഞ്ഞ അല്ല തന്നെ ഞാൻ എന്താക്കും മടങ്ങി വരാം ബിൽ ബിഷർ സന്തോഷത്തോടുകൂടി മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല യുബശ്ശിറു ദിൽവാൻ ദിൽവാനാണെന്ന് സ്വർഗം കാക്കുന്ന മലക്ക് സ്വർഗത്തിന്റെ ഖാസിനുൽ ജന്നൽ റിൽവാൻ ആ റിൽവാൻ എന്ന മലക്ക് എന്താക്കും യുബശ്ശിറു ബിർ റിൽവാൻ റിൽവാൻ കൊണ്ട് എന്നെ സന്തോഷമാക്കും ആ റിൽവാൻ ഏതാണ് അല്ലാഹുവിന്റെ പൊരുത്തം അല്ലേ ഫിൽ ഹശ്രി മഹ്ശറയിലെ സ്വർഗം കാക്കുന്ന റിൽവാൻ എന്ന മലക്ക് എന്താക്കും നിനക്ക് റിൽവാൻ റബ്ബുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന രീതിയിൽ എന്താക്കും എനിക്ക് തിരിച്ചു വരാം അതിനാണ് ഞാൻ മദ്ഹ് പറയുന്നത് ഇനി നുദ്ബിതു ഇലാ മദ്ഹിക ഹുസ്ന വജൗദതൻ ഫഖുത്തു സിമാമി നഹവ ദാലിക ഖൗദതൻ വമിൻ ഫഅതി മാ റാവത്തു ഫീ ذاك റൗദതൻ നദർതു റഹീലൻ നഹവ ദാലിക ഔദതൻ فكل ذي الزيارة إمكان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية നുദിബത്തു എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കപ്പെട്ട് എന്നെ ക്ഷണിക്കപ്പെട്ടു എന്നാണ് മിൻകുല്ലി മുൻതദിബിൻ ലില്ലാഹി മുഹ്തസിബിൻ എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ വിളി കേട്ട് ആ വിളി സ്വീകരിക്കുന്ന ആളാണ് മുൻതദിബ് മിൻകുല്ലി മുൻതദിബിൻ ലില്ലാഹി മുഹ്തസിബിൻ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്നു അതുപോലെ നുദിബത്തു എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിക്കപ്പെട്ടു ഇവിടത്തേക്ക് ഇലാ മദ്ഹീക അവിടെ എന്തുണ്ട് മദ്ഹ് മസ്തർ മദ്ഹി എന്ന് പറഞ്ഞാൽ ആ മുത്തക്കല്ലിമ് എന്താ ഫായില് അപ്പൊ അതിന്റെ മഫ്ഊലാണ് ക അപ്പൊ എന്തായി മസ്തർ അതിന്റെ ഫായില് എന്റെ മഫ്ഊലല്ല ഇത് അതെ ഞാൻ തങ്ങളെ സ്തുതിക്കലിലേക്ക് എന്താക്കി എന്നെ ക്ഷണിക്കപ്പെട്ടു ഹുസ്നൻ വജൗദതൻ
അപ്പൊ ഹുസ്ൻ ഏതാണ്? ലഫ്ദിലേക്ക് നോക്കിയിട്ട് നല്ല ഭംഗിയും അതിന്റെ കൂർമ്മ ഇപ്പൊ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ജൗദത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാനയുടെ ആശയക്കൊഴുപ്പ്. ആ അപ്പം ലഫ്ദിലാലും മാനയാലും തങ്ങളെ മദ്ഹിനെ നല്ല ഭംഗിയാക്കുമ്പോഴേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൂപ്പർ വലിയ ഷായർ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ അത് പറയേണ്ടയില്ലല്ലോ. മറ്റോറ് അറബിയാന്നെങ്കിലും പറയാം, മുഹമ്മിസാരാന്ന് തമിഴാണ്. എന്നിട്ട് ഇങ്ങനെ മാത്രം അറബി ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യൽ? അണ ഫഖുത്തു സിമാമി നഹ്വ ദാലിക. ഞാൻ എന്താ കാത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചോണ്ടപ്പോക്കല്ലേ, കായിദുൽമില്ല കാത. അതിന്റെ എന്റെ കടിഞ്ഞാണ് ഞാനെന്താക്കി നഹ്വ ദാലിക എന്ന് പറഞ്ഞാൽ മദ്ഹിലേക്ക് ഞാനെന്താക്കി നയിച്ചു. കാവുദത്തൻ ഒരു നെയ്ക്കലകട് നയിച്ചു. എന്നെ വിളിച്ചപ്പോ ഞാനെന്താക്കി ഉത്തരം ചെയ്യണ്ടേ? പോയി. വമീൻ ഫർത്തി മാറാവത്തു, ഞാൻ അതിന് വേണ്ടി എന്താക്കും പല കിതാബുകളും പല മഹാനികളും ചരിത്രങ്ങളും എന്താക്കും തേടി പിടിക്കണം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ. അതിന്റെ ആധിക്യത്താൽ എങ്ങനെ ഫീദാക്ക ഈ മദ്ഹ് പറഞ്ഞ വിഷയത്തിലേക്ക് റാവത്തൂന് മഫ്ഊൽ മുത്തലക്കായത് റൗദത്തൻ ഒരു റാവദത്തുഹുല്ലത്തി ഹുവ ഫീ ബൈതിഹാ ഇല്ലേ, വറാബദത്തുഹുൽ ജിബാലു ശുമ്മു, ഒരു സാധനം മറ്റൊന്ന് കിട്ടാൻ വേണ്ടി തേടല്. അതെ, അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താക്കി ഒരുപാട് കാര്യങ്ങളിലേക്ക് നോക്കിപ്പിടിക്കാൻ തേടി പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. കിതാബ് വരുത്തിയിട്ടും ഈ സംഭവം ഏത് കിതാബിൽ കിട്ടും, എവിടെ ഹദീസിലുണ്ട്, ഇങ്ങനെ പരതി നമുക്ക് കുറേ പണിയുണ്ട്. നദർതു റഹീലൻ, ഒരു യാത്ര പോക്കിനെ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നഹ്വ ദാലിക, തങ്ങളുടെ നാട്ടിലേക്ക്. ഔദത്തൻ എന്ന് പറഞ്ഞാൽ മർറത്തൻ സാനിയാണ്. ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പോകണം, ഒരിക്കൽ പോയാൽ പോരാ. ഔദത്തൻ അത് മർറത്തൻ സാനിയത്തൻ ബി മർറത്തിൻ മാത മർറ ആദയൂദൂന്റെ. അപ്പൊ പോയിക്കൊണ്ടും വന്നോണ്ടും പോയിക്കൊണ്ടും വന്നോണ്ടും. അതുകൊണ്ട് ഫകുല്ലി, എനിക്ക് തങ്ങളാവണം. യകുല്ലി ഇംഖാനുൽ സിയാറ, സിയാറത്തിന് നല്ലൊരു സൗകര്യം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ദ്വാരക്കണം. ഫകുല്ലി എന്താണ്? യകുൻ ഇംഖാനുല്ലി ലിസിയാറ, അവിടെ വന്നാലേ കേറിക്കൂടാന്ന് പറഞ്ഞിട്ട് മടങ്ങി വരാൻ പറ്റൂല. മാറാവത്തു ഫർത്ത് എന്ന് വെച്ചാൽ അധികരിപ്പിച്ച്, ഇഫ്രാത്ത് തഫ്രീത്ത് എന്ന് പറയില്ല. ഇഫ്രാത്ത് ആകുമ്പം കണക്കിലേറെ ആവലാണ്, തഫ്രീത്ത് ആകുമ്പോൾ ഇല്ലാണ്ടായിപ്പോക്കാണ്. രണ്ട് തറഫില്ലേ. അപ്പൊ ഫർത്ത് ആധിക്യം, അതിന്റെ ആധിക്യത്തിന്റെ ഇലാഫത്താണ് മാറാവത്തു. ഐ മുറാവദത്തി ഫീദാക്ക, മദ്ഹുണ്ടാക്കുന്ന വിഷയത്തിൽ എന്റെ തേടിപ്പോക്ക് അധികരിച്ച കാരണത്താൽ. മനസ്സിലായിനാ? ഇനി أنا عبدك الجاني كالس مقيدين فكم لك من تلك العبداء من يدي فإن لم يد المولى العبد فمن يدي نعيم اللقاء أرجو بمدحك سيدي به كنت مشهورا ولي منه إعلان صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. أنا عبدك, ഞാൻ തങ്ങളെ അബുദാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിക്കില്ല, അതിന് അർത്ഥം തിരിഞ്ഞല്ലോ. അന അബുദുക്കൽ ജാനി, ഞാൻ അതിക്രമം ചെയ്ത ഒരു അബുദാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആരെ പോലെ? കലിസിൻ, കള്ളന്റെ മാതിരിയായി. എങ്ങനത്തെ കള്ളൻ? മുഖയ്യതി, പിടിക്കപ്പെട്ടിട്ട് കയ്യിൽ ആമം വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മുഖയ്യത് പക്കംലക്ക, എത്രമാത്രം തങ്ങളുടെ മക്കളുണ്ട്. മീൻ തിൽക്കൽ അബിദ്ദായി, അത്തരത്തിലുള്ള അബിദ്ദ ഉണ്ടല്ലോ, ജാനിയായ അബുദ്, അവർക്ക് മീൻ യദിൻ എത്രമാത്രം എന്തായിന്നറിയോ? നിഅമത്ത്. യദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളെ മേലിൽ യദുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഔദാര്യം. കാരണം ഔദാര്യം കൊടുക്കൽ കൈ കൊണ്ടാണ്. അതുണ്ടാക്കും ഔദാര്യത്തിന് കൈ എന്ന് പറയും. ലിക്കൗനി അയാദി ജൂദിഹി ലൈസ തുഹ്സറു തബാറക മൻ ശുക്റുൽ വറാ അൻഹു യഖ്സുറു
لكوني أيادي جوده ليس تحصرون وها يحتاج شكرا لشكرها كذلك شكر الشكر അതാണ് മിഞ്ഞതി. ഇങ്ങനെയുള്ള അബുദുകളിൽ തങ്ങൾക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഞാൻ അബുദല്ലേ, അവ തങ്ങളാരും മൗല. അപ്പൊ അബുദിനെ രക്ഷപ്പെടുത്താനും അതിന് പ്രാശസ്ത്യം കൊടുക്കാനും ആരുമെല്ലാണുള്ളത്, മൗലാക്കാന്ന്. അപ്പൊ ഫഇല്ലം യദിൽ മൗല, മൗലയായ ആളുകൾ എന്താക്കുന്നു, ജൂത് ചെയ്യുന്നില്ലെങ്കിൽ, ആയിരിക്കും അബീദ, അവർ അടിമകൾക്ക് വേണ്ടി ചെയ്യുന്നില്ലെങ്കിൽ, ഫമഞ്ഞതി, പിന്നെ ആരാണ് ഇവിടെ ജൂത് ചെയ്യല്? ഫമഞ്ഞതി, ആ യതി എന്ന് പറയുന്നത് അതിൽ നിന്നല്ല ദിയത്ത് കുടിക്കുന്നു. ഒരു കൊലപാതകം നടന്നാൽ എന്താക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ദിയത്ത് കൊടുത്തിട്ട് ഒപ്പിക്കുന്നുണ്ടല്ലോ, കൊതായതി. അപ്പൊ മൗലയായവര് അബീദിന് ദിയത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ വെക്കുന്ന ഇത് കിട്ടണ്ടി? മൗല കൊടുക്കില്ലെങ്കിൽ അവന്തിനെ മൗല എന്ന് കിട്ടി. നേരത്തെ അബുദുക്ക എന്ന് പറഞ്ഞപ്പോൾ അതിന് മുക്കാബലയിൽ തങ്ങളാരായി എന്റെ മൗലയാന്ന് വരുമല്ലോ. വലിയൊരു നിയമത്താണ്. അതിനെ ഞാൻ എന്താക്കുന്നു, അർജു, ഞാൻ ആഗ്രഹിക്കുന്നു, അർജു നഈമല്ലിക്കായി ബിമദ്ഹിക, തങ്ങളെ മദ്ഹ് പറയുന്ന കാരണത്തിന് വേണ്ടി, സയ്യിദി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നിങ്ങൾ മദ്ഹ്? ബിഹി കുന്തു മഷ്ഹൂറൻ, മദ്ഹ് കൊണ്ട് ഞാനങ്ങ് മഷ്ഹൂറായിട്ടുണ്ട്. ഓരോ നേതാക്കന്മാരുണ്ടല്ലോ, അവർക്ക് മദ്ഹ് പറയലാവണേ, അതിന് പദ്യം ഉണ്ടാക്കലും, ഹസാൻ ബിൻ സാബിത്ത് അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഓരോ നേതാക്കന്മാർക്കുണ്ടല്ലോ, ഇമാമിങ്ങൾ, ഈ ബൂസരി ഇമാമ്, അതിൽപ്പെട്ടവർ മഷഹൂറായ ആളല്ലേ. എന്നിട്ടോ വലി മിൻഹു, എനിക്കുണ്ട് മിൻഹു മദ്ഹിൽ നിന്ന് ഏലാൻ ഒരു പബ്ലിസിറ്റി ഉണ്ട്. ഇന്നാള് പറഞ്ഞ പോലെ ഇന്നാള് പറഞ്ഞില്ലേ എന്ന് ടോറ പാട്ടെടുത്ത് വെക്കുക. അതുകൊണ്ട് ഞാൻ മഷഹൂറായി ഏലാനുമായി. ഇനി لكفيك آيات كتكثير برضها ونطقي حصاوى هلاك موجب بغضها وفاز بها من لازموها بعضها نعوتك قد أعيا الورى حسر بعضها وإن جاء كعب أو أبوه وحسان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. لكفك, തങ്ങളുടെ കഫിനുണ്ട് ആയാത്തുൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. കഫിൽ നിന്നുണ്ടായത് എന്തെല്ലാം ഉണ്ടായതിന്? വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനത്തിന് നമ്മൾ തൊട്ടാൽ അതിന് ഉദ്ദേശിക്കപ്പെടുന്ന ബറക്കത്ത് കരസ്ഥമാകുന്നുണ്ട്. ആരെങ്കിലും തടയാലെന്താക്കും? സുഗന്ധം അടിച്ചു വീശും, അല്ലേ? പിന്നെ ഒരുപാട് മണ്ണുവരി മറ്റ് എറിഞ്ഞാൽ ഷാഹത്തിൽ മുജുഹത്ത് എറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തോറ്റോടേണ്ടി വന്ന്. അങ്ങനെ കഫിൻ്റെ മൗജൂദാത്ത് അത് തൻവീറുൽ അദ്ഹാനിൽ വരും. തങ്ങളെ കയ്യിൽ നിന്നുള്ള മൗജൂദാത്ത്, കണ്ണിൽ നിന്നുള്ള മൗജൂദാത്ത്, ബായിലുള്ള മൗജൂദാത്ത്, രീക്കിൻ്റെ മൗജൂദാത്ത് എന്നുകൊണ്ട് തൻവീറിൽ നമ്മൾ എടുത്തു വരും. ഇത് ഖദിജാക്കും ബുർഹാനൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ ബുർഹാനാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ സൂറത്തിന് ലാസ്റ്റ് തീരുമ്പോൾ ബുർഹാനും നിർറബിക്കും, റബ്ബിൻ്റെ വെക്കുന്ന ബുർഹാൻ. ബുർഹാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? സംശയം തീർക്കുന്ന തരത്തിലുള്ള ബയ്യനത്തിനാണ് ബുർഹാൻ എന്ന് പറയുന്നത്. അപ്പൊ തങ്ങളാണ് ബയ്യനത്ത് എന്ന് പറഞ്ഞത്. മറ്റുള്ള ആൾക്ക് എന്താക്കും? സാലിഹ് അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തിൽ കൂടിയാണ് എന്നുണ്ടാക്കിയത്, ദൃഷ്ടാന്തം കണ്ടുപിടിച്ചത്. മൂസാ നബിക്ക് ബടിയിൽ കൂടിയാണ്. ഇത് തങ്ങളുടെ നാട്ടിൽ തന്നെ ഓരോ അംഗങ്ങളിലും ബുർഹാനുണ്ടെന്നാണ്. കണ്ണിന്റെ ബുർഹാന്, മൂക്കിന്റെ ബുർഹാന്, പിന്നെ ശരീരത്തിന്റെ ബുർഹാന്, വിയർപ്പിന്റെ ബുർഹാന്, അതിങ്ങനെ കെട്ടുന്നു. അപ്പൊ ആയാത്തുൻ, അതിന്റെ മിസാല് പറഞ്ഞതാക്ക തക്സീരി ബർലിഹ. ബർല് എന്ന് പറഞ്ഞാൽ മാവുൽ ഖലീൽ, കുറഞ്ഞ വെള്ളം വർദ്ധിപ്പിക്കുക. അതിനാ കുറഞ്ഞ വെള്ളം നിങ്ങളുടെ കയ്യിലുള്ള അവശിഷ്ടം വെള്ളം കൊണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ അതിലെന്ത് വരക്കല്? വായൊന്നും എടുക്കൂലല്ല. അതാണ് ഉള്ളതെല്ലാം ആ വേഗമെല്ലാം പരിധീച്ച് തട്ടിക്കൊട്ടിങ്ങി കിടക്കുക അറിയില്ലേ, അത് എന്നിട്ടാണ്. വനുതക്കി ഹസൻ, അതുപോലെ തന്നെ ചരൽക്കല്ല് സംസാരിച്ചിട്ടുണ്ട്, അത് തസ്ബീഹാണുള്ളത്. വഹലാക്കി മൂജിബി ബുഗ്ദിഹ, ആ കഫിനോട് വെറുപ്പ് പ്രകടിപ്പിക്കലല്ലേ ബുഗ്ദ്, അതിനെ ഉണ്ടാക്കുന്നതിനെ ഹലാക്കാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചരൽവാരി ഷാഹത്തിൽ വുജൂ വഫാസ ബിഹ, ആ കഫ് കൊണ്ടെന്തായി?
രക്ഷപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. മൻ ലാസമുഹ, അതിനെ ലാസിമാക്കിയ ആള്. ഫാസാന്റെ ഫായില് എങ്ങനെ ലാസിമാക്കി? ബി അല്ലിഹ, അല്ലിഹ എന്ന് പറഞ്ഞാൽ അത് മുറുക്ക പിടിക്കുന്നില്ല. അല്ലു അലൈഹ ബിന്നവാജിദ് അലൈക്കും ബി സുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയ്യീൻ. അനുഭവം. അല്ലു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് ആര് വലിച്ചാലും വിട്ടുകൊടുക്കാൻ പാടില്ല. നവാജിദ് എന്നാണ് ഈ അണപ്പല്ലിന്റെ ലാസ്റ്റുള്ള പല്ലിനാ നാജിദ് എന്ന് പറയില്ലേ. മുമ്പിലെ പല്ലുകൊണ്ട് വലിച്ചാൽ ചിലപ്പോൾ നന്ന വലിച്ചാൽ പല്ലടക്കം പോകും. അതിനാണ് നവാജിദ് പറഞ്ഞത്. അപ്പൊ അല്ല അതിനെ മുറുക്ക പിടിക്കാം. അപ്പൊ ആ കയ്യിനെ ആരാണോ മുറുക്ക പിടിച്ച് ലാസിമാക്കിയത് അവരെന്തായി? രക്ഷപ്പെട്ടു. ഇനി നുഊതുക, തങ്ങളുടെ മദ്ഹുകൾ ഖദ് അയൽ വറാ, സൃഷ്ടികൾ എന്താക്കി? പരാജയപ്പെടുത്തിയിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്. ഹസുറു ബഅലിഹ, ആ നയത്തിൽ നിന്നുള്ള കുറച്ചെങ്കിലും പൂർത്തിയാക്കി പറയാൻ. എന്നിട്ട് ബാക്കി കുറച്ചെങ്കിലും പൂർത്തിയാക്കി പറയാന്ന വിഷയത്തിൽ അയൽ വറാ ഫഹു മഅനാഹു. അത് വഇൻ ജാഅ കഅബുൻ, അത് കഅബ് എന്ന ഷായിർ വന്നാലും ശരി, കഅബ് ബിൻ സുഹൈർ, ആ അബൂഹു അല്ലെങ്കിൽ അവരുടെ ഉപ്പുണ്ട് സുഹൈർ, അവർ വന്നാലും ശരി, ഹസ്സാനു, ഹസ്സാൻ ഇബ്നു സാബിത്ത് വന്നാലും ശരി. അതായത് സഹാബത്തിന്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ അഷ്അറു ശുഅറാ എന്നാണ് അവരുടെ പേര്. അറബിക് കവികളിൽ ഏറ്റവും ലോകപ്രസിദ്ധരായ ആളുകളെ പേരായി പെണ്ണിയത്. അവരൊക്കെ രംഗത്ത് വന്നോട്ടെ, എന്നാലും തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ട് അല്പമെങ്കിലും പരിമിതപ്പെടുത്താൻ തോറ്റിട്ടുണ്ടെന്നാണ്. എന്നിട്ടല്ലേ ഞാന് തിരിഞ്ഞ. അപ്പൊ കഅബ് ബിൻ സുഹൈർ, അതുപോലെ തന്നെ അബൂഹു സുഹൈർ, അഷ്അറു ശുഅറാ എന്ന ഒരു പേര്, ഹസ്സാൻ ഇബ്നു സാബിത്ത് സഹാബി റളിയല്ലാഹു അൻഹു. പിന്നെ ഖവാഇദ ദീനിൽ ഹഖ് ഖദ് മഹത്തഹാ അവാബിദ ഗൈരിൽ ഹഖ് ഖദ് അജ്ഹത്തഹാ വകം മുഅ്ജിസാതിൻ ലിൽ വറാ അശ്ഹത്തഹാ നുവൈഖാതു ശഖ്സിൻ ഇൻദമാ ഇസ്തശ്ഹദതഹാ له شاهدة نطقا بدا منه تبيان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. തസ്ബീഹുൽ ഹസാഫി കഫിഹി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് പ്രത്യേക ബാബ് തസ്ബീഹിൽ ഹസാഫി കഫിഹി അലൈഹിസ്സലാത്തു വസ്സലാം. കയ്യിൽ നിന്ന് ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലിയതിന്റെ ഇപ്പം പറഞ്ഞില്ലേ. ഖാലൽ ഹാഫിദ് അബൂബക്കർ അൽ ബഹഖി അഖ്ബറന അബുൽ ഹസൻ അലി ബിൻ അഹ്മദ് ബിൻ അബ്ദാൻ. അങ്ങനെ സനദ് പറഞ്ഞു. ഹദ്ദസനൽ كليمي حدثنا قريش بن أنس عن الزهري عن رجل يقال له سويد بن يزيد السلمي قال سمعت أبا ذر أبو ذر الغفاري لكتي يقول لا أذكر عثمان إلا بخير. അത് അബൂ ദർ الغفاري പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാൻ ഖൈർ കൊണ്ടല്ലാതെ പറയൂല. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറേ ശത്രുക്കളുണ്ട്, വിദേഹത്തുകാർ കൊട്ടില്ലെന്നിട്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ പല ആക്ഷേപങ്ങളും ഇല്ലാത്തത് വെച്ചുകൊട്ട്. യഥാർത്ഥത്തിൽ അശറത്ത് മുബശ്ശറാണ്, ബദരിയാണ്, നബിതങ്ങളെ പുതിയാപ്പിളയാണ്. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് അതോഫാത്തായപ്പം വീണ്ടും കെട്ടിച്ചു കൊടുത്ത് അവർ തന്നെ പുതിയാപ്പിളയാക്കുന്ന എനിക്ക് ഇപ്പം മോളുണ്ടെങ്കിൽ വീണ്ടും ഉസ്മാൻ എന്നെ കെട്ടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്മാഹുല്ലാമി ഞാൻ ഒരുപാട് ഒന്നായി ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റം പറയുന്ന ആളെ കൂട്ടത്തിൽ ഞാൻ കൂടൂല, ഖൈർ കൊണ്ടല്ലാതെ എന്താക്കൂല, ഉസ്മാൻ തങ്ങളെ ഞാൻ സംസാരിക്കൂല എന്ന് അബൂ ദർ ഗിഫാരി. അപ്പം ബഅദ ശൈഇൻ റഅയ്തുഹു, ഞാനൊരു കാര്യം മൂപ്പറവക്കെന്ന് കണ്ടിട്ടുണ്ട്. കുന്തു റജുലൻ അതതബ്ബഉ ഖലവാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒഴിഞ്ഞു കിട്ടുന്ന സമയം എപ്പോഴാണ്, എവിടെയാ കിട്ടുക എന്നുള്ള എപ്പോഴും പരതി കൊടുക്കും. തങ്ങളൊന്ന് ഒഴിഞ്ഞു കിട്ടണം. ഫറഅയ്തുഹു യൗമൻ ജാലിസൻ വഹദഹു. അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കണ്ടു.
ഫഗ്തനംതു ഖൽവതഹു, ആ ഖൽവത്തിനെ ഞാൻ ശരിക്കും മുതലെടുത്തു. ഫജിഅതു ഹത്താ ജലസ്തു ഇലൈഹി, അവിടെ പോയിട്ട് തങ്ങൾ അരിയത്തിരുന്ന്. ഫജാഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. ഫസല്ലമ, ഒരു സലാം പറഞ്ഞു. സുമ്മ ജലസ അൻ യമീനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വലഭാഗത്തിരുന്നു. സുമ്മ ജാഅ ഉമറു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഫസല്ലമ വജലസ അൻ യമീനി അബൂബക്കർ, അബൂബക്കർ തങ്ങളുടെ വലഭാഗത്തിരുന്നു. സുമ്മ ജാഅ ഉസ്മാനു ഫസല്ലമ സുമ്മ ജലസ അൻ യമീനി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലഭാഗത്തായിരുന്നു ഉസ്മാൻ തങ്ങൾ ഇരുന്നു. വബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ഉ ഹസയാത്തിൻ, തങ്ങളുടെ മുമ്പിൽ 7 ചരൽക്കല്ലുണ്ട്. ഔകാല തിസ്ഉ ഹസയാത്തിൻ എന്ന് വേറെ റിവായത്തുണ്ട്. കാരണം എഴുത്തിന്റെ ശക്കിൽ ഒരുപോലെ ഇരിക്കുമല്ലോ. സബ്ഉ എഴുതിയാലും പുള്ളിയില മാറ്റം വരുന്നുള്ളൂ. ഫഅഖദഹുന്ന ഫീ കഫിഹി, തങ്ങളെ കപ്പിലെടുത്തിട്ട് ഫസബ്ബഹിന, ആ ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. ഹത്താ സമിഅതു ലഹുന്ന ഹനീനൻ കഹനീനിൻ നഹ്ലി, തേനീച്ചന്റെ കൂട്ടത്തിൽ പോയാൽ ഇങ്ങനെ മോളെ ശബ്ദം കേൾക്കുമല്ലോ, എന്നതുപോലത്തെ ഒരു ശബ്ദം ആ കല്ലിൽ നിന്ന് പുറപ്പെടുന്ന ഞാൻ കേൾക്കുന്നുണ്ട്. സുമ്മ വദഅഹുന്ന, അത് താഴെ വെച്ചപ്പോൾ ഫഖറസ്ന, അതിന്റെ തസ്ബീഹ് നിർത്തി, പിന്നെ സംസാരില്ല. സുമ്മ അഖദഹുന്ന, വീണ്ടും തങ്ങളെടുത്തിട്ട് ഫവദഅഹുന്ന ഫീ യദി അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൈമലേക്ക് കൊടുത്തു. ഫസബ്ബഹന, അപ്പോൾ തസ്ബീഹ് ചൊല്ലി. ഹത്താ സമയത്തു ലഹുന്ന ഹനീൻ കഹനീനിൻ നഹ്ലി, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. സുമ്മ വദഅഹുന്ന, സിദ്ദീഖ് തങ്ങളെ താഴെ വെച്ചപ്പോൾ ഫഖറസ്ന, നിർത്തി. സുമ്മ തനാവലഹുന്ന ഫവദഅന ഫീ യദി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഫസബ്ബഹന ഹത്താ സമയത്തു ലഹുന്ന ഹനീനൻ കഹനീനിൻ നഹ്ലി. എടാ സുമ്മ വദഅഹുന്ന ഫഖറസ്ന, പിന്നെ വിട്ടുന്നില്ല. فقال النبي ثم تناولهن فوضعهن في يد عثمان, പിന്നെ മൂന്നാമത് ഉസ്മാൻ തങ്ങളെ കഴിച്ച് ഫസബ്ബഹിന ഹത്താ സമയത്തു ലഹുന്ന ഹനീന കഹനീനിൻ നഹ്ലി. എടാ ثم وضعهن فخرسنا فقال النبي صلى الله عليه وسلم هذه خلافة النبوة എന്നാക്കി തങ്ങൾ പറഞ്ഞു. ഇത് നബുവത്തിന്റെ ഖിലാഫത്താണ്. എന്നുവെച്ചാൽ തങ്ങളായ്മ തസ്ബീഹ് ചൊല്ലി, സിദ്ദീഖുൽ അക്ബർ തങ്ങളായ്മ തസ്ബീഹ് ചൊല്ലി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തസ്ബീഹ് ചൊല്ലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തസ്ബീഹ് ചൊല്ലി. അപ്പം നബുവത്തിന്റെ ഖിലാഫത്താണ് ഇവർക്കെല്ലാം കിട്ടിയത്. അതായത് ഇത് മറ്റേത് മുഅ്ജിസാത്താകുമ്പോൾ ഇത് കറാമത്തായി. ഖാലൽ ബൈഹഖി വകദാലിക റവാഹു മുഹമ്മദ് ബിൻ ബഷാർ, പല റിവായത്തുണ്ട് ഇതിൽ. എന്നിട്ടോ ഖാലൽ ബൈഹഖി വഖദ് ഖാല മുഹമ്മദ് ബിൻ യഹ്യ അൽ-ലുഹരി ഫി സഹരിയാത്ത് അല്ലതി ജമഅ ഫി ഹദീസ് അസ്-സുഹരി ഹദസന, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ രംഗങ്ങൾ. ആ ബാബ് തന്നെ അതാണ്, കയ്യിൽ തസ്ബീഹ് ചൊല്ലി എന്നുള്ള കിസ്സ. അതാണ് മുനത്തഖി ഹസൻ. ഇനി ഖവാഇദ ദീനിൻ ഹഖ്, ഹക്കായ ദീനിന്റെ അടിത്തറ ഉണ്ടല്ലോ, അതിന്റെ കാനൂൻ, അതിന്റെ ബേസ്മെന്റ്, അതെന്താക്കി കഥ മഹത്തഹ, തങ്ങളെന്താക്കി അത് ഉറപ്പിച്ച് പാകി എടുത്തിട്ടുണ്ട്. അതിന് ഫുറോയ്യാത്ത് കുറച്ച് പറയും, ബാക്കി എന്താക്കുക ഈ ഖവായിദിൽ നിന്ന് മുജ്തഹിദീങ്ങൾ പിടിച്ചെടുത്തോളൂ. അവാബിദ ഗൈരിൽ ഹഖ്, ഹക്കല്ലാത്ത ഇലാഹുകളെ ആരാധിക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരൊക്കെ അത് അജ്ഹത്തഹ, അവരെന്താക്കി തുരത്തി, അല്ലെങ്കിൽ നാട് കടത്തി. ഇനി അത് വേണ്ട, അജ്ഹത അവാബിദ് ആബിദിന്റെ ജമ്മ്, ആര് ഹക്കല്ലാത്ത ഇലാഹുകളെ എന്താക്കും ആരാധിക്കുന്ന കൂട്ടരെ തുരത്തി നാട് കടത്തി കളഞ്ഞു. ഇനി വകം മുഅ്ജിസാത്തിൻ, എത്രയോ മുഅ്ജിസാത്തുകളുണ്ട്, ലിൽ വറ, പടപ്പുകൾക്ക്, അഷ്ഹത്തഹ, തങ്ങളത് പ്രകടമാക്കി കൊടുത്തു. നുവൈക്കത്തു ഷഖ്സിൻ, ഒരു ഷഖ്സിന്റെ ഒട്ടകം, നുവൈക്കത്ത് നാക്കത്തിന്റെ തസ്ഗീറാണ് ഇത്, നുവൈക്കത്ത് ഒരു ഷഖ്സിന്റെ ഒട്ടകം. എന്ത മഷ്ഹത്തഹ, അതിനോട് ഷഹാദത്ത് ആവശ്യപ്പെട്ടപ്പോൾ, ലഹു, തങ്ങൾക്ക് വേണ്ടി ഷഹാദത്ത് എന്താ, ഞാൻ ആര് എന്ന് ചോദിച്ചിട്ട് ഷഹാദത്ത് ആവശ്യപ്പെട്ടപ്പോൾ, ഷഹിദത്ത് നുത്തക്കാൻ എന്താക്കി ഷഹാദത്തിൽ മേൽ. അപ്പം ഇത് കുറെ കിതാബ് പരതിയിട്ട് ഈ നുവൈക്കത്തിന് സംഭവങ്ങളുണ്ട്. അത് മുട്ടുകുത്തിയതും, പിന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിന്റെ സ്വഭാവ ദൂഷ്യമെല്ലാം മാറിയതും, അതുപോലെ പട്ടിണി നടത്തുന്ന എനിക്ക് പണി വാരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും എന്തില്ല, ഈ ഷഹാദത്തിന്റെ കിസ്സാണെന്നില്ല. ഉടമ്പിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൻ അന, എന്താന്ന് ഇത് പറഞ്ഞില്ലെന്ന്. ഒരു അറാബി വന്നിട്ട്
ഉടമ്പിനെ പിടിച്ചു കൊണ്ടാന്ന് ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാ? ഞാൻ അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ വിശ്വസിക്കൂല ബിരിസാലത്തിക്കാം. എന്റെ ഉടമ്പിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അന്തൽ മഖ്സൂസും മിനല്ലാഹി ബിൽ കറാമ എന്ന് പറഞ്ഞിട്ട് ഷഹാദത്തില്ലേ, അഥവാ നീണ്ട സംഭവമാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഫാത്തിഹയും ഇഖ്ലാസും പഠിപ്പിച്ചു വിട്ട് പിന്നെ കുറെ സാമ്പത്തിക ശേഷി പിന്നെ കൊടുത്ത് ഓതീനത്. അതെ അതെ അതാ ബദാ മിൻഹു ബിയാനു, അത് ഷഹാദത്ത് വെളിപ്പെടുത്തൽ, അതിൽ നിന്ന് പ്രകടമായി നുത്തുക്കൽ. അപ്പോ നുവൈക്കത്തിന്റെ സമയത്ത് ലബ്ബ് പറയുമ്പോൾ നുവൈക്കത്താകുന്നതിന് വിരോധമില്ലല്ലോ. എങ്ങനെ മജ്‌സത്താകാൻ അത് മതിയല്ലോ. തത്തുല്യമായ ഒന്നുണ്ടായാൽ അത് മതിയല്ലോ. അതാണ് ഇനി لأنت لأقدر الرسول أوسط درة مهياك ما أحلاه في حسن طرة وذرت لك الأجفاء أغزار نشاط صبوح إذ خفقت بدرة عجيب غلا في نسلها النقد أثمان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി തങ്ങളടങ്ങുന്ന അമ്പിയാക്കളെ ഒരു മാലയില്ലേ, അതിനെ ഉപമിക്കുകയാണ്. അന്ത തീർച്ചയായും തങ്ങള് ലിയഖ്ദിർ റുസുലി, മുർസലീങ്ങളെ കോർത്തിണക്കിയ ഒരു മാല ഉണ്ടാവും, ഒരു ചങ്ങല. അതിന് ഔസതു ദുർറത്തിന്, അതിന് നടുക്കുള്ള മുത്താണ്, എന്നുവെച്ചാൽ അതിന്റെ താലി. ലോക്കറ്റും ചൈനൻ ലോക്കറ്റും എന്ന് പറയുന്നേ. അപ്പൊ നടുക്കുള്ളതിനാണല്ലോ പ്രാധാന്യം. അപ്പൊ മറ്റു മുത്തുകളൊക്കെ ഉണ്ടാവും, അതിലുള്ള ഔസത്താണ് തങ്ങൾ. അപ്പൊ മുർസലീങ്ങളെ കൂട്ടത്തിൽ സറാത്തു സറാ നൂറു നബുവത്തി അസാറേദ് ഖുററിഹിമുൽ ബഹിയ വകൈഫല വഹുവൽ വാസിതത്തുൽ മുൻതഖ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പിതാക്കന്മാരെ പട്ടികയിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സറാത്തു സറാ നൂറു നബുവത്തി ഫി അസാറേദ് ഖുററിഹിമുൽ ബഹിയ. ഇതൊക്കെ വലിയ നേതാക്കന്മാരാണ്, നമ്മൾ പഠിച്ചില്ലല്ലോ. തങ്ങളുപ്പന്മാരല്ലേ. എങ്ങനെയാണ് നേതാക്കന്മാരല്ലാണ്ടിരിക്കുക? സയ്യിദുൽ അലമു സല്ലല്ലാഹു അലൈഹി വാസിതത്തുൽ മുൻതഖ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട നടുക്കുള്ള താലിയാണ് തങ്ങള്. ഇപ്പന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വന്നിട്ട്, അതുകൊണ്ട് ആ താലി കെട്ടിത്തൂക്കാനുള്ള മാലയാണ് ഇതെന്ന് പറഞ്ഞില്ലേ. മുഹയ്യാക്ക, തങ്ങളുടെ ആ മുഖം, മാ അഹ്ല, അതിനെത്ര ഭംഗിയാക്കിയ കാര്യം എന്തുണ്ട്. ഫീ ഹുസ്നി ത്വറത്തിൻ, അതായത് ചുണ്ടിന്റെ ചുവപ്പ് വെളിപ്പെടലാണ് ത്വറത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താക്കി, മീശ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ചുണ്ടിന്റെ ചുവപ്പും കൂടി അങ്ങനെ പ്രകടമായി കഴിഞ്ഞാൽ ആ മുഖത്തിന്റെ ഭംഗി എന്തൊരു ഭംഗിയാന്ന് പഠിച്ചവനേന്ന്. വദർറത്തിലക്കൽ അജിഫാവും, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളാവാം അല്ലെങ്കിൽ ആടാകാം അജിഫാവ്. അപ്പൊ ഹലീമ ബീവിന്റെ സംഭവത്തിലേക്ക് സൂചിപ്പിക്കാം. മറ്റേ റളായിന്റെ കിസയിൽ പറഞ്ഞില്ലേ, മുഴുവൻ ഒട്ടകങ്ങളും ആടുകളും പാല് വെറ്റി തങ്ങൾ കൊണ്ടുപോക്കോടുകൂടി എല്ലാം പാല് നിറഞ്ഞു. അപ്പൊ അജിഫാദ് അങ്ങനെയാവാം. അല്ലെങ്കിലോ ആബദിന്റെ സംഭവത്തിൽ ഹിജ്റ പോകുമ്പോൾ അവിടെ ഒരു ആടുണ്ടായിരുന്നു, പാലുണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പാല് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതിനോ, അത് നടന്നു പോകാൻ പോലും മേറ്റസ്ഥലത്തേക്ക് പോകാതെ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഞാൻ കറക്കാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അത് വളരെ പ്രസിദ്ധമാണ്. ഉമ്മു മഅബദിൻ ഖൈമത ഉമ്മി മഅബദിൻ വഫിൽ ബൈതി ഷാത്തുൻ മാ തബില്ലു ലഹും ബിഖത്ര ഫലമ്മാ ലമസഹാ ബിയദിഹിൽ കരീമതി ദർറത് ബിൽ ലബനിൽ ഗസീർ. പാലം വലിക്കാൻ തുടങ്ങി നമ്മൾ എത്രയോ കേട്ടതാണ്. അതുമാകാം അഗ്സറ ദർറത്തിൻ, പാലിന്റെ ഏറ്റവും അളവ് കൂടിയ പാലിന്റെ അളവ് എന്തായി, അജിഫാ ചൊരിഞ്ഞു തന്നിരിക്കുന്നു. കേട്ടാ. നശാത്തു സബൂഹിൻ, ഒരു ഒട്ടകം. സബൂഹ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ യാത്രനെ പറ്റി വർണ്ണിക്കുന്നു. അതിന്റെ നശാത്ത്. അജീബുൻ, അതിന്റെ ഖബർ ഇപ്പുറം വരുന്നു ഇല്ലേ. നശാത്തു സബൂഹിൻ അജീബുൻ, അത് വളരെ അത്ഭുതകരമായിരുന്നു. എപ്പോ ഇത് ഖഫഖത ബിദിറത്തിൻ, ചെറിയൊരു ചാട്ട കൊണ്ടെന്താക്കി ഒരു അടി കൊടുത്തു ഒട്ടകത്തിന്റെ. എന്താ സംഭവം പറയാ എന്നിട്ടോ, ഗലന്നഖുദു, അതിന്റെ വിലയങ്ങ് കൂടി.
ഫീ നസ്ലിഹ അതിൻ്റെ സന്താനങ്ങളിൽ തങ്ങളെ ചാട്ടവാറ് കൊണ്ടുള്ള ഒരു ചെറിയൊരു കൊട്ട് കിട്ടിയപ്പോൾ അതിന് നശാത്ത് വർദ്ധിച്ചു, നടക്കാൻ കഴിയാത്തൊരു ഒട്ടകത്തിന്. എന്നിട്ടോ അത് അജീബാണ്. കണ്ടതിന് ശേഷം അതെന്താക്കി അതിൽ നിന്ന് അതിൻ്റെ സന്താനങ്ങളിൽ ഒരുപാട് വില കൂടിയിട്ടുണ്ട്. 12,000 നോക്കാം എന്താ സംഭവം എന്ന്. അത് ഹദീസ് തന്നെ വായിക്കല. وروى البيهقي أنه صلى الله عليه وسلم صنع مثل ذلك. ഇത് നടക്കാൻ കഴിയാത്ത അതെന്താ നിങ്ങൾ ബൈക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കൊട്ടു കൊടുത്തപ്പം കഴിഞ്ഞ കുറേ സംഭവങ്ങളാണ് വമീം മോജിദാത്തിന്ന് തുടങ്ങുന്നത്. നമ്മളെ ബൈത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ വായിക്കുന്നുള്ളൂ. അത് അപ്രകാരം ചെയ്ത് അലാ ഫറസിൻ അബി ഫറസി ലി ജുഐൽ ഇബ്നു സിയാദിൻ അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ആണ്. ഇത് ആ ഒരു പറഞ്ഞില്ലേ ഒട്ടകത്തിൻ്റെ ആള് സബൂഹ കുതിരയാണിത്. ജുഐൽ ഇബ്നു സിയാദിൻ അൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരയാണ് സബൂഹ്. قال كنت في بعض غزواته صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസവത്തിൽപ്പെട്ട ഒരു യുദ്ധത്തിൽ ഞാനുണ്ടായിരുന്നു. അലാ ഫറസിൻ അജ്ഫാ മെലിഞ്ഞൊട്ടിയ ഒരു കുതിര ലഈഫത്ത് ഫീ ഖുറജാത്തിൻ നാസ് അങ്ങനെ ജനങ്ങളെ കൂട്ടത്തിൽ പിന്നിലായിപ്പോയി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാ ശഅനുക, എന്താ നീ ഇത്ര പിന്നിലാണ്ട് പറ്റി? ഖുൽതു ഇന്നഹാ അജ്ഫാഉ ലഈഫത്തുൻ, അത് വളരെ ലഈഫായ കുതിര, മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫളറബഹ ബിജുഹഫത്തിൻ കാനത് ഫീ യദിഹി, തങ്ങളുടെ കയ്യിലുള്ള ഒരു ചാട്ട കൊണ്ടെന്താക്കി ഇവരടിച്ചു. അത് എത്രത്തേക്ക് എത്തി? നശാത്തു സബൂഹിൻ ഇത് ഖഫഖത ബിദിറത്തിലേക്ക് എത്തി അല്ലേ. ഇനി നശാത്ത് എന്തായിന്ന് കിട്ടണ്ടേ, അജീബാകണ്ടേ കേട്ടോ. വഖാല ബാറകല്ലാഹു ലക ഫീഹാ, ഇതിൽ അല്ലാഹു തആല ബറക്കത്താക്കട്ടെ എന്നൊരു വാക്കും പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഫലഖദ് റഅയ്തുനി അവ്വലന്നാസ്, പിന്നെ എന്നെ കാണുന്നത് മുന്നിലാണ്. പിന്നാമ്പുറത്തുണ്ടായ ഞാൻ എന്താക്കി മുന്നിലെത്തി. മാ അംലിക്കു റഅസഹ, അതിനെ നിയന്ത്രിക്കാൻ തന്നെ എനിക്ക് കഴിയാത്ത ചുറ്റുപാട് വന്നു, അതിൻ്റെ ഓട്ടത്തിൻ്റെ കടുപ്പം കൊണ്ട് കണ്ടില്ലേ. എന്നിട്ട് വബിഅതു മിൻ ബത്നിഹ, അതിനാ കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് വിറ്റ് ഇദ്ദതൻ കസീറ, ധാരാളം കുഞ്ഞുങ്ങളെ വിറ്റിട്ടുണ്ട്. വഫീ റിവായത്തിൻ ഫഖഫഖഹ ബിമിഹ്ന കാനത്ത് മഅഹു, തങ്ങളുടെ കയ്യിലുള്ള അതാ ഖീല ഇന്നഹ ദിറത്തു, അതാ എന്നാണോ നമുക്കതാ ചാട്ട, അത് മറ്റൊരു റിവായത്താണ്. അന്നഹു ബാഅ മിൻ ബത്നിഹ ബിസ്നൈ അശ്റ അൽഫൻ, 12,000 വിറ്റത്. യാനി മിൻ ഔലാദിഹ വ ഔലാദി ഔലാദിഹ, ആ കുതിരൻ്റെ മക്കളും മക്കളാലെ മക്കളും കൂടി 12,000-ത്തിനാണ് എന്താക്കിയത് ഞാൻ വിറ്റത്. അപ്പൊ പ്രശ്നത്തില്ലേ, അജീബുൻ നശാത്തു സബൂഹിൻ അജീബുൻ. എപ്പോഴും ഇത് ഖഫഖത ബിദിറത്തിൻ, ഒരു ചാട്ട കൊണ്ടൊരു കൊട്ടുകൊട്ടി. അപ്പൊ ഖനാഫി നസ്ലിഹൻ നഖ്ദു, അതിന്റെ സന്താന പരമ്പരയിലെന്നുണ്ടാക്കി നഖദ് അസ്മാനു, നഖദിന്റെ ബദലാന്ന് അസ്മാൻ, വിലയേറ്റ്. നഖദ് എന്ന് പറഞ്ഞ നാണയം, അത് തന്നെയാണല്ലോ വിലയേറ്റ് കൊടുക്കുന്നത്. 12,000 വിറ്റുന്നവൻ തന്നെ നസ്ലിൽ. അപ്പൊ ഇതൊക്കെ മൂപ്പറെ കണ്ടുപിടിച്ചിട്ട് വൈത്താക്കിയില്ലേ. ഇനി അല്ല രണ്ടുപേരും നമുക്ക് തീർത്തേ. وكتب السماء أوصاف صيتك نشرت ولا سيما إذ ما لهذا الجلد قشرت وإذ ما رياه الهجر للوحش هشرت نواب لك الرسل التي هي بشرت بمعنيك حتما كلهم لك برهان صلاة وتسليم
وأزكى تحياتي على المصطفى المختار خير البرية وكتب السماء ആകാശത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കിതാബുകൾ അഥവാ തൗറാത്ത് ഇഞ്ചീലും അങ്ങനെ തുടങ്ങിയ ഇലാഹിയായ കിതാബ് നശ്ശറത്ത് ഔസാഫ് സീതിക തങ്ങളുടെ മദ്ഹിന്റെ ഔസാഫിനെ എന്താക്കി അത് ജനങ്ങളുടെ ഇടയിലേക്ക് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിൽ ഇഞ്ചീലൊക്കെ എത്രയോ അതെല്ലാം ഓതിക്കഴിഞ്ഞാൽ മദ്ഹിലിങ്ങനെ ആവർത്തനങ്ങൾ വരും പല ശൈലിയിലും. അതിനാണല്ലോ ബയാൻ, ഒരേ കാര്യം തന്നെ വിവിധങ്ങളായ ശൈലിയിൽ ഇങ്ങനെ അവതരിപ്പിക്കലാണല്ലോ ബയാൻ തന്നെ പറയുന്നത്. വലാ ശയ്യമ പ്രത്യേകിച്ചും ലത നരകം എന്താക്കി അൽ ജിദ്ദ കശ്ശറത്ത് തൊലികളെല്ലാം കത്തിക്കരിക്കുന്ന ഒരവസരമുണ്ട്. അന്നേരം തങ്ങൾക്കുള്ള സീത്ത് എത്ര മാത്രമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൈദ്മാ റിയാഹുൽ ഹശ്രി ഹശ്റിലുള്ള കാറ്റുകൾ ഹശ്റത്തിനിൽ വഹിച്ച് കാട്ടുമൃഗങ്ങൾ എന്താക്കും അത് അണച്ചുകൂട്ടും. വൈനൽ മുഹൂഷു ഹുസിറത്ത് എന്ന് ഖുർആനിലില്ലേ, ഇസ്സമാഉൻ ശക്കത്തും തുടങ്ങിയിട്ട് ആകാശം പൊട്ടി നക്ഷത്രങ്ങളുടെ പ്രകാശം കെട്ടു അങ്ങനെ പറഞ്ഞിട്ട് എന്താക്കി വൈദൽ മുഹൂഷു ഹുസിറത്ത് വൈദൽ നിശാർ ഉത്തിലത്ത് അങ്ങനെ പറയുന്നില്ലേ, വൈദൽ നുഫൂസ് തുവ്വിജത്ത്. അപ്പം ഒരു കാറ്റ് ഹശ്റയിലുള്ള കാറ്റ് ഹശ്റത്തിൽ വഹ്ഷ് അതൊക്കെ ഖിയാമത്ത് നാടെന്ന് മൊത്തം. ഇനി നവാബുല്ലക്കർ റുസുലു മുർസലീങ്ങൾ തങ്ങളുടെ പകരക്കാരാണ് നായിബീങ്ങൾ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അംബിയാ മുർസലീങ്ങൾ വന്ന് ഈ അംബിയാ മുർസലീങ്ങൾ എന്താക്കും, എൻ്റെ വലിയ നേതാവ് വരാനിരിക്കുന്നുണ്ട്, അപ്പം തങ്ങളെ നായിബാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി എന്താക്കി നബുവത്തും റിസാലത്തും അവസാനിപ്പിച്ചപ്പോൾ തങ്ങളെ നായിബീങ്ങളായി അയിമത്തുകളും പിന്നെ അഹ്ലു ബൈത്തും പിന്നെ ഇമാമിയങ്ങളും ഔലിയാക്കളും നായിബീങ്ങളായി. അതുകൊണ്ടാണ് ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനീ ഇസ്രായീല. അപ്പൊ തസ്ബീഹ് എന്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി അഭാവത്തിൽ എന്താക്കും പകരം നിൽക്കുന്ന നായിബീങ്ങളാണ് എന്നർത്ഥം. അല്ലത്തി എങ്ങനത്തെ മുർസലീങ്ങൾ ഹിയ ബശ്ശറത്ത് ബിബഅസിക തങ്ങളെ അയക്കപ്പെടും എന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഖാത്തിമൻ അത് തന്നെ നമ്മളെ ലാസ്റ്റ് എല്ലാവർക്കും ലാസ്റ്റ് ആയിക്കൊണ്ടിട്ട് തങ്ങൾ അയക്കപ്പെടും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്ന മുർസലീങ്ങൾ മുഴുവനും തങ്ങളെ പകരക്കാരാണ്. കുല്ലുഹും അവരെല്ലാവരും ബുർഹാനുല്ലക്ക തങ്ങൾക്ക് ബുർഹാനാണെന്ന് പറഞ്ഞാൽ തങ്ങൾ വരൂന്ന് ആരാ തെളിയുന്നു, മസൂമീങ്ങളായ എന്താണ് അംബിയാ മുർസലീങ്ങളാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നത്. സ്ഥിരപ്പെടുത്താൻ വേണ്ടി രണ്ടാളെ ഏറി പറഞ്ഞ കൊണ്ടു. ഇപ്പോൾ എത്ര ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ പറഞ്ഞില്ലേ, കുല്ലുൻ നബിയ്യീന ബശറത്ത് ബിമബ്അസിഹി കുല്ലുൻ നബിയ്യീന ബശറത്ത് മംബൂദിനല്ല ബൈലി. ഇനി അനില്ലി സുറൂറല്ല അറാ ബഅദു മന്ദമാ ബിയൗമിൻ ഗദൽ ആസൂന ബിൽ ഹുസ്നി അന്ദമാ ولا نفع كلا مع بكى مودم عندما نوالك أرجو يا شفيعي عندما يبين من الطاعات والفرض نقصان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അനിൽ നീ തങ്ങൾ എനിക്ക് നൽകണം സുറൂരൻ ഒരു സന്തോഷം നൽകണേ. എങ്ങനത്തെ സന്തോഷമാണ്, ലാ അറാ ബഅദു ആ സന്തോഷത്തിന് ശേഷം ഞാൻ കാണൂല, മന്ദമാ ഖേദകരമായ ഒരു കാര്യവും കാണൂല. അപ്പൊ ബഅദു എന്താണ്, മുദാഫുൻ ഇലൈഹിനെ കളഞ്ഞിട്ട് മാന ഇവിടെ ഉണ്ട് അങ്ങനെയല്ലേ. അപ്പം എന്താക്കണം ലംബ കൊണ്ട് വായിക്കണമെന്നില്ലേ. അപ്പം ആ സുറൂറ് കിട്ടിക്കഴിഞ്ഞ ബൈല ഇനാലത്തി സുറൂറി കിട്ടിക്കഴിഞ്ഞാൽ എന്തില്ല, മാന്തമ് ഖേദകരമാകുന്ന ഒരു കാര്യം ഞാൻ കാണുക പോലും ചെയ്യൂല. എപ്പോഴ് ബിയൗമിൻ ഒരു ദിവസത്തിൽ ഗദൽ ആസൂന കുറ്റവാളികളായി തീർന്നു, ബിൽ ഹുസ്നി ദുഃഖം കൊണ്ട്, അന്തമ ഏറ്റവും ഖേദിക്കുന്നവർ, അക്സറുന്നാസ് നദാമത്ത് അന്തമ് നാദിമ് അന്തമ്. വലാ നഫ്അ ഒരു ഉപകാരവുമില്ല, കല്ല ഇല്ല ഒരിക്കലും. മഅബുക മൂജിഇൻദമ ചോരയെ വാർക്കുന്ന കരച്ചിൽ കരഞ്ഞു, കണ്ണുനീരിന് പകരം ചോര വാർക്കുന്ന കരച്ചിൽ കരഞ്ഞാലും അന്നൊരു നഫ്ഇല്ല.
അങ്ങനത്തെ ദിവസമാണേത് ആ ദിവസം ഖിയാമത്ത് നാളിൽ വർണ്ണിച്ചതാണ്. അവിടെ എന്താക്കും, ആശികളായ ആളുകൾ ഏറ്റവും ദുഃഖിതരാകുന്ന സമയം എനിക്കെന്താക്കണം, ഒരു സുറൂറ് തരണം. ആ സുറൂറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മന്ദമ പിന്നെ ഞാൻ കാണുക പോലും ചെയ്യൂല. നവാലക അർജൂയ ശഫീഇയ ഇൻദമാ ജബീനു മിനത്ത്വാഅതി വൽ ഫർളി നുഖ്സാനു. അർജു നവാലക, തങ്ങളുടെ സമ്മാനം അല്ലെങ്കിൽ തങ്ങളുടെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. യാ ഷഫീഇ, എൻ്റെ ഷഫീആയവരെ, ഇൻദമാ യബീനു മിനത്ത്വാഅതി വൽ ഫർളി, അല്ലാഹുവിന് ചെയ്യേണ്ടുന്ന താഅത്തിലും അതുപോലെ ഫർളാക്കപ്പെട്ട കാര്യങ്ങളിലൊക്കെ വെളിപ്പെടുന്ന നുഖ്സാനു, പോരായ്മ വെളിപ്പെടുന്നുണ്ട്. തൂക്കം നോക്കുമ്പോൾ ഫർളും കൃത്യമായിട്ടില്ല, താഅത്തൊന്നുമില്ല. ആ അവസരത്തിൽ തങ്ങളെ പക്കൽ നിന്നുള്ള ഔദാര്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന്. അതോടുകൂടി ദുആ തീർന്നു. ഇനി സലാത്താണ്. أعزك رب العرش حفظا لذمتي وصانك في الدارين صون مذمتي وينمو كما التسليم من أهل همتي نوامي تحياتي صلاتي ورحمتي عليك وراض عن أهاليك منان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أعزك رب العرش, അർശിന്റെ റബ്ബ് തങ്ങളെ ഇസ്സത്തിലാക്കി. ഹിഫ്ളൻ ലിദിമ്മത്തി, എന്താണ്, തങ്ങളെ ദിമ്മത്തിനെ കാക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു തആലയും നബിയും തമ്മിൽ എന്തുണ്ട്, ഒരു ദിമ്മത്ത്. എന്താണ്, തങ്ങളെ റസൂലാക്കി അയച്ചിട്ടുണ്ട്. റസൂലിന് വേണ്ടുന്ന എല്ലാം കൊടുക്കും അല്ലേ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അബ്ദാണ്, റബ്ബിന് വേണ്ടുന്ന എല്ലാം കൊടുക്കും. വസാനക ഫിദ്ദാറൈൻ, ഇരു വീട്ടിലും തങ്ങൾ അള്ളാഹു തആല കാക്കുക. അത് മാദിയ ഫീലു ആക്കാം, ദുആയും ആക്കാം. സൗന മദിമ്മത്തിൻ, എല്ലാ ആക്ഷേപങ്ങളെ തൊട്ടും കാക്കലിനെ, അതായത് സാനക്കാൻ്റെ മഫ്ഊൽ മുത്ലഖായി സൗന മദിമ്മത്തിൻ, ആക്ഷേപകരമായ കാര്യങ്ങളെല്ലാം കാക്കലി. വജന്മു കമത്ത് തസ്ലീമു മിൻ അഹ്ലി ഹിമ്മത്തിൻ, ജന്മുവിൻ്റെ ഫായില് പറയും ഏത്, നവാമി തഹയ്യാത്തി. അതാ അപ്പം തഹ്മീസിലേക്ക് നോക്കിയാൽ ജന്മുവിൻ്റെ ഫായിലാണ്, മർഫുവാണ് നവാമി. അപ്പം ഏറാബ് മറന്നില്ല. തഹ്മീസ് ഇല്ല എന്ന് വെച്ചാൽ നവാമി മുബ്തദിയാണ്, എന്നാലും റഫഅ തന്നെ. ഏറാബ് മാറൂല. ഏറാബ് മാറ്റാണ്ട് കൊണ്ടുപോക്കാൻ ഏറ്റവും വലിയ കഴിവ്. അസ്ൽ മുസന്നിഫ് ഉദ്ദേശിച്ച് ഏറാബ് മാറാതെ ശർഹ് കൊടുക്കുമ്പോൾ അത് കഴിവല്ലേ ഇത്. അങ്ങനെ അല്ല, എന്നാലും വജന്മു വളർന്നുണ്ടാവട്ടെ, നമാവ് എന്ത്, നവാമി തഹയ്യാത്തി സ്വലാത്തി വറഹ്മത്തി, സ്വലാത്ത് റഹ്മത്തിനാകുന്ന തഹയ്യത്തിന്റെ വളർന്ന സാധനം ഇനി വളരട്ടെ. നവാമി അതാ ബിന്നിസ്ബത്തി ഇലൽ മത്നി ഫാഇലു യൻമു, ബിന്നിസ്ബത്തി ഇല തഖ്മീസി എന്താണ്, ഫഹു മർഫൂഉൻ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. അപ്പൊ നാമീന്റെ ജമ്മാണ് നവാമി, വളർന്ന് വലുതാകുന്ന സാധനത്തിന് നമാമി. അപ്പൊ സ്വലാത്ത് റഹ്മത്താകുന്ന തഹയ്യത്തിന്റെ വളർന്ന സാധനം ഇനിയും വളരട്ടെ. ഏതുപോലെ വളരട്ടെ, കമത്ത് തസ്ലീമ്, സലാമും വളരട്ടെ. അപ്പൊ സലാമ് വളരുന്നത് പോലെ അലൈക, തങ്ങളുടെ പേരിലുള്ള സലാത്തും സലാമും മാത്രമല്ല, വറാദിൻ അൻ അഹാലിക, തങ്ങൾ അഹ്ലുകാരെ അഹ്ലു ബൈത്തിനെ തൊട്ടും മന്നാനു, മന്നാനായ അല്ലാഹു തആല പൊരുത്തപ്പെടുകയും ചെയ്യട്ടെ എന്നുണ്ടാക്കി. സലാത്തും സലാമും ആലിന്റെ മേലെല്ലാം ചൊല്ലി അവസാനിച്ചു. സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد يا رب صل عليه وسلم.